Hello students, welcome to the online class of Score Academy. കുട്ടികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജ്. മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജസ് ആണ്. ഓക്കെ, നമ്മുടെ നോൺ വെർബൽ റീസണിൽ വരുന്ന ടോപ്പിക് അല്ലേ. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ SSLC കേസ് ആയിക്കോട്ടെ, റെയിൽവേയുടെ കേസ് ആയിക്കോട്ടെ, ഇപ്പം ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് മിനിമം കേട്ടോ, 2 to 3 ക്വസ്റ്റ്യൻസ് മിനിമം വരുന്ന ടോപ്പിക് കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ നമുക്ക് ഫുൾ കൺഫേം ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അത് തുച്ഛമായ സമയം കൊണ്ട്, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി തുച്ഛമായ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കൺഫേം മാർക്കാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ടോപ്പിക്ക് മിറർ ഇമേജ് വാട്ടർ ഇമേജ് നന്നായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ മിറർ ഇമേജ് വാട്ടർ ഇമേജിൻ്റെ കൺസെപ്റ്റിൽ ആക്ച്വലി നമുക്ക് മറ്റൊരു ടോപ്പിക്, അത് പേപ്പർ കട്ടിങ് കേട്ടോ, പേപ്പർ കട്ടിങ് ആൻഡ് ഫോൾഡിങ് കേട്ടോ, പേപ്പർ കട്ടിങ് ആൻഡ് ഫോൾഡിങ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പേപ്പർ കട്ടിങ് ആൻഡ് ഫോൾഡിങ് ഈ മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജിൻ്റെ കൺസെപ്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മെയിൻലി നമുക്കൊരു 5 ക്വസ്റ്റ്യൻ, ഓക്കെ, ഒരു 5 ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു സെഷനിൽ മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, 5 ക്വസ്റ്റ്യൻ പറഞ്ഞാൽ കേട്ടോ, SSLC കേസാണ് കേട്ടോ, SSLCയുടെ കേസാണ് 5 ക്വസ്റ്റ്യൻ പറയുന്നത്. അറബിലേക്ക് വരുമ്പോഴത്തെ 2 to 3 ക്വസ്റ്റ്യൻസ് എന്തായാലും കിട്ടും. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യാനും സാധിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യം നമുക്ക് മെയിൻലി അറിഞ്ഞിരിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാ ലെറ്റേഴ്സിൻ്റെയും, ഓക്കെ, അതായത് ലെറ്റേഴ്സിൻ്റെ, ഓക്കെ, ക്യാപിറ്റൽ ലെറ്റേഴ്സും അതുപോലെ സ്മോൾ ലെറ്റേഴ്സും കേട്ടോ, സ്മോൾ ലെറ്റേഴ്സിൻ്റെയും മിറർ, ഓക്കെ, ലെറ്റേഴ്സിൻ്റെ മിറർ ഇമേജ് ആണ് ആക്ച്വലി കാണിച്ചത്. മിറർ ഇമേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ 0 to 9 ഉള്ള ഡിജിറ്റ്സും കാണിക്കുന്നുണ്ട്. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ മിറർ വെച്ചിട്ട് കിട്ടുന്ന മിറർ ഇമേജ് ആണ് ഇത്. ഓക്കെ, കണ്ടോ? ഇപ്പം ഇവിടെ പറയുകയാണത് ഇ എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ മിറർ വെച്ചാൽ കിട്ടുന്ന ഇമേജ് ആണ് ഇത് കേട്ടോ. ഓക്കെ, അതിനെ ഇവിടെ 5 എന്ന് പറഞ്ഞ ലെറ്റർ നമ്പറിൻ്റെ റൈറ്റ് സൈഡിൽ മിറർ വെച്ചാൽ കിട്ടുന്ന ഇമേജ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് നന്നായിട്ട് ഒന്ന് എഴുതി പഠിക്കണം. എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലെറ്റേഴ്സിൻ്റെയും നമ്പേഴ്സിൻ്റെയും കുഞ്ഞുങ്ങളെ 4 സൈഡിൽ മിറർ വെച്ച് ഒരു പ്രാവശ്യം എഴുതി പഠിച്ചിരിക്കണം. വളരെ വളരെ അത്യാവശ്യമാണ്. അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് വെച്ച്, ഓക്കെ, എല്ലാം ഫുള്ള് വരച്ച് പോകാതെ ഓപ്ഷൻസ് വെച്ച് നമുക്ക് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ക്ലിയർ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ ഇമേജസിൻ്റെ അല്ലെങ്കിൽ എല്ലാ ലെറ്റേഴ്സിൻ്റെയും നമ്പേഴ്സിൻ്റെയും 4 സൈഡിലും നിങ്ങൾ എന്ത് ചെയ്യുക, മിറർ വെച്ച് നിങ്ങൾ മാക്സിമം ഒരു പ്രാവശ്യമെങ്കിലും നന്നായിട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ആ ഒരു ഇമേജൊക്കെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യം വളരെ എളുപ്പമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് മെയിൻലി മിറർ ഇമേജ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ വാട്ടർ ഇമേജ് വരയ്ക്കുന്നത് കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്. ജസ്റ്റ് മെയിൻലി ഒരു ചെറിയൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഗുണമാണ്. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് വെച്ച് മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളത് അത്യാവശ്യം പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളെ എന്താണ് മിറർ ഇമേജ് കേട്ടോ, എന്താണ് മിറർ ഇമേജ്? ഓക്കെ, അപ്പോൾ മിറർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇമേജ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഫിഗർ എടുക്കുകയാണ്. കുഞ്ഞുങ്ങളെ 6 എന്ന് പറഞ്ഞ ലെറ്റർ എടുക്കുകയാണ്. ഓക്കെ, ഇയാളുടെ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മിറർ വെക്കുന്ന കേട്ടോ, റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മിറർ വെക്കുന്നതാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ മിറർ ഇമേജ് കേട്ടോ, മിറർ ഇമേജ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ 6 എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ മിറർ ഇമേജ് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വരും. ലെഫ്റ്റ് സൈഡ് മിറർ വെച്ചാലും കേട്ടോ ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മിറർ വെക്കുന്ന നമ്മുടെ മിറർ ഇമേജ് കേട്ടോ. ഇനി കുഞ്ഞുങ്ങളെ വാട്ടർ ഇമേജ് കേട്ടോ. വാട്ടർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഫിഗറിൻ്റെയും കുഞ്ഞുങ്ങളെ താഴെ മിറർ വെക്കുന്നതാണ് കേട്ടോ, താഴെ മിറർ വെക്കുന്നതാണ് നമ്മുടെ വാട്ടർ ഇമേജ് കേട്ടോ, വാട്ടർ ഇമേജ്. ഓക്കെ, വാട്ടർ ഇമേജ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, റിഫ്ലക്ഷൻ എന്നും പറയാം. ഓക്കെ, റിഫ്ലക്ഷൻ. ഓക്കെ, കാര്യം വളരെ എളുപ്പമാണ്. സെറ്റല്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ 6 എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ ഒരു വാട്ടർ ഇമേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏതൊരു ഇമേജിനെ താഴെ മിറർ വെക്കുന്നതാണ്, ബോട്ടമിൽ വെക്കുന്നതാണ് ആക്ച്വലി ഇവിടെ വാട്ടർ ഇമേജ് കേട്ടോ, വാട്ടർ ഇമേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇമേജ് കിട്ടും. അയാളുടെ പേരാണ് വാട്ടർ ഇമേജ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ വാക്ക് മെയിൻലി SSLCയിലും റെയിൽവേയും അങ്ങനെ യൂസ് ചെയ്യാറില്ല. മെയിൻലി PSCക്കാണ് റിഫ്ലക്ഷൻ വാക്ക് യൂസ് ചെയ്യുന്നത്. എന്നാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് കുഞ്ഞുങ്ങളത് വരയ്ക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ പറഞ്ഞു എന്താണ് ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ മിറർ വെക്കുന്ന മിറർ ഇമേജ് അല്ലേ. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും എന്താണ്, രണ്ടിടത്തെ ഈ ഇമേജ് കണ്ടോ, ലെഫ്റ്റ് മിറർ വെച്ചാലും റൈറ്റിൽ മിറർ വെച്ചാലും നമുക്ക് കിട്ടിയ ഇമേജ് കണ്ടോ
ഒരേപോലത്തെ ഇമേജ് ആണ് അല്ലേ. അപ്പം ജസ്റ്റ് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് അല്ലേ. ലെഫ്റ്റ് സൈഡ് മിറർ വയ്ക്കാം അല്ലെങ്കിൽ റൈറ്റ് സൈഡ് മിറർ വയ്ക്കാം. ഉറപ്പായിട്ടും രണ്ടിടത്തെ ഇമേജും തുല്യമാണ്, ഒരേപോലത്തെ ഇമേജ്. നിങ്ങൾ ഏത് ഫിഗർ എടുത്തോ, ഏത് ലെറ്റേഴ്സും എടുത്തോ, ഏത് നമ്പേഴ്സും എടുത്തോ, നിങ്ങൾ ഉറപ്പായിട്ടും ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ വലത് സൈഡ് മിറർ വെച്ചാലും നമുക്ക് ഒരേ ഇമേജ്, ഒറ്റ ഇമേജ് തന്നെ കിട്ടും കേട്ടോ. ഇത്ര ആലോചിച്ചാൽ മതി. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ, കുഞ്ഞുങ്ങൾ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ ഇമേജ് രണ്ടും തുല്യമാണ് കേട്ടോ. ഉറപ്പായിട്ടും സെയിം ഇമേജസ് ആണ് കേട്ടോ, സെയിം ആണ്. ഓക്കെ, അപ്പോൾ ദിവസം ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് ഫൈൻഡ് ദ മിറർ ഇമേജ്. ഓക്കെ, അപ്പം അതിൻ്റെ മിറർ നിങ്ങൾ റൈറ്റ് സൈഡിലെന്ന് കരുതുക. അപ്പം നിങ്ങൾക്ക് നോക്കി അത് നിങ്ങൾ വരച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് പോകുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഇമേജിൻ്റെ ഇടത് ഭാഗത്തുകൊണ്ട് മിറർ വയ്ക്കാം. സെയിം ഇമേജ് നമുക്ക് കിട്ടും, ഉത്തരം സെയിം ഇമേജ് തന്നെ നമുക്ക് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, ഇനി പറഞ്ഞ കാര്യം ദിവസം ഓർത്തിരിക്കുക, ശ്രദ്ധിക്കുക. നമ്മളിനി മിറർ ഇമേജ് വരയ്ക്കുമ്പോൾ ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ 6 എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മിറർ വെച്ചു. ഓക്കെ, അപ്പം ഈ നോക്കുക, ഈ ക്വസ്റ്റ്യൻ ഫിഗർ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ അല്ലേ. അപ്പോൾ ഈ 6 എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ ഒരു വെർട്ടിക്കൽ ലൈൻ ഈ മിററിൻ്റെ ക്ലോസസ്റ്റ് അല്ലേ, ഏറ്റവും അടുത്തിരിക്കുന്ന ഇയാളാണ് അല്ലേ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇമേജിലും ആ സെയിം ലൈൻ തന്നെ എപ്പോഴും ക്ലോസസ്റ്റ് ആയിട്ട് വരണം, അതായത് മിററിൻ്റെ അടുത്ത് വരണം. അപ്പം മിററിൻ്റെ മെയിൻ കൺസെപ്റ്റ് ഇതാണ്. ഓക്കെ, അത് നമുക്ക് അറിയാം, നമ്മളൊരു കണ്ണാടിയിൽ കൊണ്ട് ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ, ഒരു വിരലിങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ലേ എൻ്റെ ഇമേജ് ഇങ്ങനെ തന്നെ വരും അല്ലേ, ഇയാളുടെ റിഫ്ലക്ഷൻ ഇവിടെ വരുന്നല്ലേ. ആ പോയിന്റ് ആയിരിക്കും എപ്പോഴും ക്ലോസ് ആയിട്ട് അല്ലേ, മിററിൻ്റെ ക്ലോസ് ആയിട്ട് വരുന്നല്ലേ, ഉറപ്പല്ലേ. അങ്ങനെയെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി. എന്താണ് ഈ ഒരു ലൈനാണ്, ഈ ഒരു വെർട്ടിക്കൽ ലൈനാണ് നമ്മുടെ ഈ മിററിൻ്റെ ക്ലോസ്ഡ് ആയിട്ട് അടുത്തിരിക്കുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ നമ്മുടെ മിറർ ഇമേജിലും ഈ ലൈൻ തന്നെ വെർട്ടിക്കൽ ലൈൻ ക്ലോസ്ഡ് ആയിട്ട് വരണം. ഓക്കെ, ഇനി നോക്കുക, ഈ പോയിന്റിൽ ഓക്കെ, ഈ ലൈനിൻ്റെ ടോപ്പിൽ നിന്ന് ഈ ലൈൻ ഇങ്ങനെ കർവ് ഇങ്ങനെ വരുന്നല്ലേ, അതായത് റൈറ്റിലേക്ക് വലത് സൈഡിലേക്ക് കർവ് ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇങ്ങനെ കർവ് പോവാണല്ലേ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇമേജിൽ എങ്ങനെയായിരിക്കും, അവിടെ ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് കർവ് പോകണം കണ്ടോ, അത് ഓപ്പോസിറ്റ് കർവ് പോകണം അല്ലേ. അപ്പോൾ ഇങ്ങനെ കർവ് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഓക്കെ, ഇനി ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് വീണ്ടും റൈറ്റ് ബോട്ടമിലേക്ക് ലൈൻ പോയി അല്ലേ, ലൈൻ വന്ന് ഇവിടെ മീറ്റ് ചെയ്യണം, ഇവിടെ മീറ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇമേജിൽ എങ്ങനെ ആയിരിക്കും, ഉറപ്പായിട്ട് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് ബോട്ടമിൽ പോയി നിൽക്കും അല്ലേ, ഉറപ്പല്ലേ. അപ്പോൾ ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ ലെഫ്റ്റ് ബോട്ടം ഇവിടെയാണ്, റൈറ്റ് ബോട്ടം ഉറപ്പായിട്ടും ഈ ലൈൻ ആയിരിക്കത്തില്ലേ, സംശയമില്ലല്ലോ. ഓക്കെ, മനസ്സിലായില്ല. അതായത് ഈ നടുക്കത്തെ പോയിന്റിൽ നിന്ന് ലൈൻ എങ്ങോട്ട് പോയി ഇവിടെ നേരെ റൈറ്റ് ബോട്ടമിലേക്ക് ലൈൻ പോയി അല്ലേ. അപ്പോൾ നമ്മുടെ ഇമേജിൽ എങ്ങനെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു കുഞ്ഞുങ്ങളെ, അതായത് ലെഫ്റ്റ് ബോട്ടമിലേക്ക് പോയി കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് മിററിൻ്റെ കേസാകുമ്പോൾ എന്താകും, നേരെ റൈറ്റ് എന്താകും, റൈറ്റ് നേരെ തിരിഞ്ഞ് ലെഫ്റ്റ് ആവുണ്ടോ, ലെഫ്റ്റ് ആയിട്ട് മാറും. അതുപോലെ ലെഫ്റ്റ് എന്താകും, റൈറ്റ് ആയിട്ട് മാറും. പിടികിട്ടിയോ, സെറ്റായോ? ഓക്കെ, അപ്പോൾ മിററിന് അത്രയേ ഉള്ളൂ, റൈറ്റ് ലെഫ്റ്റ് ആകും, ലെഫ്റ്റ് റൈറ്റ് ആകും. ഓക്കെ, അതുപോലെ ഒരു ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡ് മിറർ വെച്ചാലും റൈറ്റ് സൈഡിൽ മിറർ വെച്ചാലും സംഭവം ഒന്ന് സെയിം ഇമേജ് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിവിടെ നോക്കാം, റൈറ്റ് സൈഡ് മിറർ വെച്ചല്ലേ. അപ്പോൾ നോക്കാം, മിററിൻ്റെ ക്ലോസസ്റ്റ് പോയിന്റ് ആരാണ് ഇവിടെ, ഈ പോയിന്റ് ക്ലോസസ്റ്റ് അല്ലേ, ഈ പോയിന്റ് ആണ് ക്ലോസസ്റ്റ്. ഓക്കെ, ഏറ്റവും അടുത്തുള്ള പോയിന്റ് ഇതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നോക്കി ഈ പോയിന്റ് എടുക്കാം. അപ്പം നമുക്ക് ഇമേജിലൂടെ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പോയിന്റ് തന്നെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് അല്ലേ, മിററിൻ്റെ അടുത്ത് വരുന്ന പോയിന്റ് ഇയാൾ തന്നെ ആയിരിക്കണം അല്ലേ. ഇനി നോക്കാം, ഇവിടുന്ന് ലൈൻ എങ്ങനെ പോകുന്നു, നേരെ മുകളിലേക്ക് പോകുന്നുണ്ടോ, മുകളിലേക്ക് പോകുന്നല്ലേ. അതായത് റൈറ്റ് ബോട്ടം നേരെ എങ്ങോട്ട് പോകുന്നു, ലെഫ്റ്റ് ടോപ്പിലേക്ക് ആ ഒരു ലൈൻ പോകുന്നല്ലേ. അപ്പം നമുക്ക് എന്താവും, അതായത് ഇവിടുത്തെ ലെഫ്റ്റ് ബോട്ടമിൽ നിന്ന് നേരെ റൈറ്റ് ടോപ്പിലേക്ക് ലൈൻ പോകും കണ്ടോ, ക്ലിയർ അല്ലേ. വീണ്ടും നോക്കുക, ഇവിടുന്ന് ലൈൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങനെ കർവ് വരുന്നല്ലേ കണ്ടോ. നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കർവ് വരും കണ്ടോ, സെറ്റായില്ലേ. ഇനി നോക്കുക, ഇവിടുത്തെ വെർട്ടിക്കൽ ലൈൻ നോക്കുക, ഈ ഒരു മിറർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ദൂരെയാണ്. അപ്പം നമുക്ക് ഇമേജിലും ആ വെർട്ടിക്കൽ കണ്ടോ നേരെ ദൂരെ വരണം കണ്ടോ. അതായത് ഈ ഒരു വെർട്ടിക്കൽ ലൈൻ ഈ ഒരു ഇമേജ് കമ്പയർ ചെയ്യുമ്പോൾ ഇയാളുടെ ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ. നമുക്ക് ഇമേജ് തന്നെ കിട്ടും കണ്ടോ, പിന്നെ റൈറ്റ് സൈഡിൽ തന്നെ കിട്ടും ലൈൻ കണ്ടോ. അതായത് ലെഫ്റ്റ് കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ എന്താകും, ലെഫ്റ്റ് റൈറ്റ് ആകും, റൈറ്റ് ലെഫ്റ്റ് ആകും അല്ലേ, ലെഫ്റ്റ് റൈറ്റ് ആകും, റൈറ്റ് ലെഫ്റ്റ് ആകും കണ്ടോ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ജസ്റ്റ് ഓർത്തിരിക്കുക.
ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അന്നേരം ഓർത്ത കാര്യം ഞാൻ പറഞ്ഞു, പേപ്പർ കട്ടിങ് ആൻഡ് ഫോൾഡിങ്ങിനും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വളരെ സ്പീഡായിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ, ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടുത്തെ കണ്ടോ ഈ ഒരു കർവ്ഡ് പോർഷൻ എവിടെയാണ്? ഈ ഫിഗറിൻ്റെ കർവ്ഡ് പോർഷൻ എവിടെയാണ്? മെയിൻലി ഫിഗറിൻ്റെ ടോപ്പിലാണ് കർവ്ഡ് പോർഷൻ അല്ലേ? അപ്പോൾ ഇമേജിലും കണ്ടോ, ഇമേജിൽ അത് അല്ലെങ്കിൽ ക്വസ്റ്റിനകത്തും ടോപ്പിൽ തന്നെയാണ് ആ ഒരു കർവ്ഡ് പോർഷൻ ഉള്ളത് കണ്ടോ, കർവ്ഡ് പോർഷൻ ഉള്ളത്. അപ്പോൾ ടോപ്പും ബോട്ടവും അവിടെ മാറുന്നില്ല അല്ലേ? മിററിൻ്റെ കേസ് ടോപ്പും ബോട്ടവും മാറുന്നില്ല, ആകെ ലെഫ്റ്റും റൈറ്റും തമ്മിൽ എന്താ ഇൻ്റർചേഞ്ച് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ നമ്മുടെ മിറർ ഇമേജ്. വളരെ എളുപ്പമാണ്. റൈറ്റ് ലെഫ്റ്റ് ആകും, ലെഫ്റ്റ് റൈറ്റ് ആകും. ഇനി മിറർ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലെ ഇമേജും റൈറ്റിലെ ഇമേജും സെയിം തന്നെയാണ്. കാര്യം വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് കുഞ്ഞുങ്ങളെ വാട്ടർ ഇമേജ് നോക്കാം. അപ്പോൾ വാട്ടർ ഇമേജ് എടുക്കുവാണ്. അപ്പോൾ ഈ ആർ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ എന്ത് ചെയ്യുന്നു, താഴെ മിറർ വയ്ക്കുന്നു. ഓക്കെ, താഴെ മിറർ വയ്ക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് പോയിന്റ്സ് ആണ് ക്ലോസസ്റ്റ് പോയിന്റ് അല്ലേ? ഉറപ്പായിട്ട് നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തന്നെ ആയിരിക്കണം നമ്മുടെ ഇമേജിലും ക്ലോസസ്റ്റ് ആയിട്ട് വരേണ്ടത് അല്ലേ? ഇന്ന് നോക്കുക, ലൈൻ ഇവിടുന്ന് മുകളിലേക്ക്, ആ വെർട്ടിക്കൽ ലൈൻ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകും? ഉറപ്പായിട്ടും കണ്ടോ ബോട്ടമിലേക്ക് പോകണം. ഓക്കെ, ഇനി ഇവിടുന്ന് ലൈൻ ഈ കർവ് റൈറ്റ് സൈഡിൽ ഇങ്ങനെ കർവ് ചെയ്ത് വരുന്നു. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ എന്തായിരിക്കണം, ഇവിടെ നോക്കുക, ഇവിടെ ടോപ്പിൽ നോക്കുക, നമ്മുടെ അടുത്ത് നിന്ന് ഏറ്റവും ടോപ്പിൽ നിന്നാണ്, അല്ലെങ്കിൽ പറയാം ഇതാണ് ലെഫ്റ്റ് ടോപ്പ്, ഈ ഫിഗറിൻ്റെ ലെഫ്റ്റ് ബോട്ടം ഇതാണ്. ഓക്കെ, അതുപോലെ ഈ സൈഡ് റൈറ്റ് ബോട്ടം ആണ്, ഈ സൈഡ് റൈറ്റ് ടോപ്പ് ആണ്. ഓക്കെ, ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ലെഫ്റ്റ് ബോട്ടമിലുള്ള പോയിന്റ് അല്ലേ? ലെഫ്റ്റ് ബോട്ടമിലുള്ള പോയിന്റ് നമുക്ക് എന്താ ഇമേജിൽ വരുമ്പോഴത്തേക്ക് നേരെ അവിടെ കിട്ടും, ലെഫ്റ്റ് ടോപ്പിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ലൈൻ എങ്ങോട്ട് പോകുന്നു? നേരെ ലെഫ്റ്റ് ടോപ്പിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് എന്താവും, ഇവിടെ നേരെ ലെഫ്റ്റ് ബോട്ടമിലേക്ക് പോകും കണ്ടോ, ലെഫ്റ്റ് ബോട്ടമിലേക്ക് പോകും. ഓക്കെ, വീണ്ടും നോക്കുക, ഈ ലൈൻ ഇവിടുന്ന് ഇങ്ങനെ കർവ് ചെയ്തല്ലേ, ഇങ്ങനെ കർവ് ചെയ്ത് വരുന്നു അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ലെഫ്റ്റ് ബോട്ടം എന്തായിരിക്കണം, ഇങ്ങനെ വരും കണ്ടോ, ഇങ്ങനെ വരും. വീണ്ടും നോക്കുക, ഇവിടെ നടുക്ക് നേരെ റൈറ്റ് ബോട്ടമിലേക്കാണ് ലൈൻ പോകുന്നത് അല്ലേ? അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ റൈറ്റ് ടോപ്പിലേക്ക് ലൈൻ പോകും കണ്ടോ. ഇതാണ് പരിപാടി. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ മനസ്സിലാക്കാൻ പറ്റി? ഇവിടെ നേരെ ടോപ്പ് കുഞ്ഞുങ്ങളെ, ഇവിടെ നേരെ ടോപ്പ് എന്താകും, ടോപ്പ് നേരെ ബോട്ടമായിട്ട് മാറും കേട്ടോ, ബോട്ടമായിട്ട് മാറും. അതുപോലെ ബോട്ടം എന്താകും നേരെ കുഞ്ഞുങ്ങളെ ടോപ്പായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ വാട്ടർമീൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് നേരെ ടോപ്പ് ബോട്ടമാകും, ബോട്ടം ടോപ്പാകും. എന്നാൽ റൈറ്റും ലെഫ്റ്റും മാറുന്നില്ലേ? നോക്കിയേ ഫിഗറിൽ ഇവിടെ ഇതാണ് ലെഫ്റ്റ് സൈഡ്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡാണ്, ഇത് റൈറ്റ് സൈഡ് ആണല്ലേ? അപ്പോൾ റൈറ്റ് സൈഡിലാണ് ആക്ച്വലി കർവ് ഉണ്ട്, റൈറ്റ് സൈഡിലാണ് കർവ് ഉള്ളത് അല്ലേ? ഈ കർവ്ഡ് പോർഷൻ ആക്ച്വലി റൈറ്റ് സൈഡാണ്. അപ്പം ഫിഗറിലും കണ്ടോ റൈറ്റ് സൈഡ് തന്നെയാണ് കർവ് ഉള്ളത് അല്ലേ? അപ്പം റൈറ്റും ലെഫ്റ്റും മാറുന്നില്ല, ടോപ്പും ബോട്ടും തമ്മിൽ ഇന്റർചേഞ്ച് അല്ലേ മാറി വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു കൊണ്ട് പറയാം. ഓക്കെ, അപ്പം ഞാനിവിടെ വാട്ടർ ഇമേജ് വരച്ചില്ലേ? അതായത് ആറെന്ന് പറയുന്ന ലെറ്ററിൻ്റെ ഞാൻ വാട്ടർ ഇമേജ് വരച്ചല്ലേ? അപ്പം താഴെ മിറർ വെക്കുന്നതാണ് വാട്ടർ ഇമേജ് അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ വാട്ടർ ഇമേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇയാളുടെ കുഞ്ഞുങ്ങളെ മുകളിൽ മിറർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഇമേജ് കുഞ്ഞുങ്ങളെ ഇതേപോലെ തന്നെ മിറർ ഇമേജ് വാട്ടർ ഇമേജ് കിട്ടും. ഓക്കെ, അപ്പോൾ നേരത്തെ മിററിൻ്റെ കേസ് പറഞ്ഞു, ലെഫ്റ്റിലെ ഇമേജും റൈറ്റിലെ ഇമേജും സെയിം ആണ് അല്ലേ? സെയിം തന്നെ ആയിരിക്കും. അതുപോലെ വാട്ടർ ഇമേജ് വരുമ്പോൾ ഉറപ്പായിട്ടും ബോട്ടമിലെ ഇമേജും ടോപ്പിലെ ഇമേജും രണ്ടും ഒരേപോലെ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ടോപ്പിലെ ഓക്കെ, ആക്ച്വലി നമുക്ക് ഇമേജ് എന്തായിരിക്കും ഉറപ്പായിട്ടും ടോപ്പ് ഈക്വൽ ടു ബോട്ടം ആയിരിക്കും കേട്ടോ. ടോപ്പ് ഈക്വൽ ടു ബോട്ടം ആയിരിക്കും. ആരാണ്? വാട്ടർമാൻ്റെ കേസ് കേട്ടോ. വാട്ടർമാൻ്റെ കേസിൽ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യനും വളരെ വേഗം ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ബേസിക് ഒരു ഐഡിയ കിട്ടുന്നു വരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, ചെയ്ത് മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ ലെറ്റേഴ്സിൻ്റെയും നമ്പേഴ്സിൻ്റെ 4 സൈഡിലും മിറർ വെച്ചൊന്ന് ഒരു പ്രാവശ്യം എഴുതി നോക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ഒന്ന് രണ്ട് ആൾക്കാർ ജസ്റ്റ് എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. ഓക്കെ, ആരെടുക്കാം? ഓക്കെ, തൽക്കാലം കുഞ്ഞുങ്ങളെ എസ് എടുക്കണം കേട്ടോ. എസ് എന്ന് പറയുന്ന ലെറ്ററിൻ്റെ 4 സൈഡിലും മിറർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എഴുതും കേട്ടോ.
4 സൈഡിലും മിറർ വയ്ക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ ഓക്കെ, അപ്പം ഞാൻ ഇത് റൈറ്റ് സൈഡ്, റൈറ്റ് ഇത് ലെഫ്റ്റ് ആണല്ലേ, ശരി. അപ്പം എസ് എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ മിറർ വെച്ച് അങ്ങനെ കിട്ടും. നോക്കുക, ഈ ഒരു പോയിന്റ് ആണല്ലേ, ഇതിനകത്തുള്ള ഈ ഒരു പോയിന്റ് ആണ് റൈറ്റ് സൈഡിലെ മിററിൻ്റെ ക്ലോസസ്റ്റ് പോയിന്റ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ലൈൻ എങ്ങനെ പോകുന്നു, ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കർവ് ചെയ്തല്ലേ, ഇങ്ങനെ കർവ് പോകണല്ലേ, ഇങ്ങനെയാണ് കർവ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇമേജ് എങ്ങനെ ആയിരിക്കും കണ്ടോ, നേരെ ഈ പോയിന്റ് ആണ് ക്ലോസസ്റ്റ് പോയിന്റ്, ഇവിടെ എന്ത് ചെയ്യണം, നേരെ റൈറ്റിലേക്ക് കണ്ടോ കർവ് ഇങ്ങനെ പോകും. സെറ്റായില്ലേ? ഉറപ്പായിട്ടും അതുപോലെ തന്നെ ആയിരിക്കും എന്താണ് എസിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള ഇമേജ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വാട്ടർ ഇമേജ്, ഓക്കെ, താഴെ മിറർ വെക്കുന്ന നമ്മുടെ വാട്ടർ ഇമേജ് അല്ലേ, വാട്ടർ ഇമേജ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക, ആരാണത്, ഈ ഒരു കർവാണ് ക്ലോസസ്റ്റ് പോയിന്റ്. അപ്പം നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു കർവ് തന്നെ ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കണം. ഇനി ഇവിടുന്ന് ഇങ്ങനെയാണ് കർവ് പോകുന്നത്, നമുക്ക് എന്ത് ചെയ്യും, അതേ കണക്ക് ഓപ്പോസിറ്റ് ഇങ്ങനെ പോകും. കണ്ടോ, അപ്പോൾ ഇതേപോലെയാണ്. ഇപ്പം നോക്കുക, ഇനി മുകളിൽ മിറർ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കർവാണ് ക്ലോസസ്റ്റ് പോയിന്റ് അല്ലേ, ഉറപ്പായിട്ടും അയാൾ തന്നെ ക്ലോസസ്റ്റ് ആയിട്ട് വരണം. കണ്ടോ, അപ്പോൾ എങ്ങനെ പോകും, ഉറപ്പായിട്ട് ഇങ്ങനെ തന്നെ പോകും അല്ലേ. ശരി, അപ്പോൾ ഇതുപോലെ തന്നെ വരും. സെറ്റായോ? അപ്പോൾ എസ് എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ 4 സൈഡിൽ മിറർ വെച്ച് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലെറ്റേഴ്സ് നമുക്ക് അല്ലെങ്കിൽ ഏത് നമ്പേഴ്സ് നിങ്ങൾക്ക് എഴുതിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ 4 എന്ന് പറയുന്ന നമ്പർ കേട്ടോ എടുക്കുവാണ്. ഓക്കെ, ഞാൻ റൈറ്റ് സൈഡിൽ മിറർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരും ഇമേജ്, ഇങ്ങനെ ഈ പോയിന്റാണ് ക്ലോസ് ഏറ്റവും അടുത്തേക്കുന്ന പോയിന്റ് ഈ പോയിന്റ് ആണല്ലേ. ഇപ്പോൾ ഇവിടെ നേരെ ലെഫ്റ്റിലേക്ക് ലൈൻ പോകും, നമുക്ക് ആ പോയിന്റിൽ നേരെ റൈറ്റിലേക്ക് ലൈൻ പോകണം. ഇനി ഇവിടുന്ന് റൈറ്റ് ടോപ്പിലേക്ക് ലൈൻ പോകുന്നു, നമുക്ക് എന്ത് ചെയ്യും, അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് ടോപ്പിലേക്ക് ലൈൻ പോകണം കേട്ടോ. വീണ്ടും ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, നേരെ താഴേക്ക് ലൈൻ പോകുന്നു, ഇവിടെ അതൊക്കെ തന്നെ അല്ലേ, താഴേക്ക് ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്താണ് റൈറ്റിൽ മിറർ ഇമേജ് ഉണ്ടോ, റൈറ്റിൽ മിറർ വെച്ചാൽ ഇതാണ് കിട്ടുന്നത് അല്ലേ. ഇനി ലെഫ്റ്റിൽ മിറർ വെച്ചാലും ഇതേപോലെ തന്നെ അല്ലേ, ഇതേപോലെ തന്നെയാണ്. നോക്കിയേ, അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് ക്ലോസ്ഡ് അല്ലേ, അപ്പോൾ അയാൾ തന്നെയായിരിക്കും ക്ലോസ്ഡ് ആയിട്ട് ഇവിടെ വരണ്ട അല്ലേ. ഇവിടെ നേരെ റൈറ്റിലേക്ക് ലൈൻ പോകും, നമുക്ക് എന്താവും, ഉറപ്പായിട്ട് ലെഫ്റ്റിലേക്ക് ലൈൻ പോകണം. ഓക്കെ, ഇനി ഈ പോയിന്റ് നേരെ റൈറ്റ് ടോപ്പിലേക്കാണ്, അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ലെഫ്റ്റ് ടോപ്പിലേക്ക് ലൈൻ വരും കേട്ടോ. വീണ്ടും നോക്കുക, ഇവിടെ താഴേക്ക് പോകുന്നു, താഴേക്ക് തന്നെ വരണം. അപ്പോൾ നോക്കുക, ലെഫ്റ്റിലെയും റൈറ്റിലെയും ഇമേജ് രണ്ടും തുല്യം തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ താഴെ മിറർ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വാട്ടർ ഇമേജ് അല്ലേ, വാട്ടർ ഇമേജ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ 4 എന്ന് പറയുന്നതിൻ്റെ നമ്പറിൻ്റെ ഈ ഒരു പോർഷനാണ് ഏറ്റവും എവിടെ താഴെ ഇരിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ മിററിൻ്റെ ക്ലോസിറ്റി പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടണം. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ലൈൻ മുകളിലേക്ക് പോകുന്നു, നമുക്ക് നേരെ താഴേക്ക് വരണം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നേരെ എങ്ങോട്ട് പോകുന്നു, ലെഫ്റ്റ് ബോട്ടമാണ്, അപ്പോൾ നമുക്ക് നേരെ ലെഫ്റ്റ് ടോപ്പിലേക്ക് കിട്ടും. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് ലൈൻ പോകുന്നു, ഇവിടുന്ന് റൈറ്റിലേക്ക് ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 എന്ന് പറയുന്നത് വാട്ടർ ഇമേജ് അല്ലേ, വാട്ടർ ഇമേജ് ഉണ്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ മിറർ വെച്ചാലും ഉറപ്പായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഇതേപോലത്തെ ഇമേജ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ ലെറ്റേഴ്സും നമ്പേഴ്സിനെയും ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് മിറർ ഇമേജ് വരച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി കൂടെ, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ കുഞ്ഞുങ്ങളെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ മിറർ ഇമേജ്. ഓക്കെ, ഫൈൻഡ് ദ മിറർ ഇമേജ് ഓഫ് ദ വേർഡ് എഫക്റ്റീവ് എന്ന വാക്കിൻ്റെ മിറർ ഇമേജ് ആണല്ലേ. അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മിറർ ഇമേജ് ആണല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ക്വസ്റ്റ്യനകത്ത് നിങ്ങളുടെ അടുത്ത് മിറർ തന്നിട്ടുണ്ടോ, ക്വസ്റ്റ്യൻ മിറർ തന്നിട്ടുണ്ടോ? ഇവിടെ ആക്ച്വലി മിറർ തന്നിട്ടില്ല അല്ലേ. അപ്പം ചോദ്യം ഫൈൻഡ് ദ മിറർ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മിറർ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ റൈറ്റ് സൈഡ് അല്ലേ. മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മിറർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡ് മിറർ വയ്ക്കട്ടോ, ഒന്നെങ്കിൽ റൈറ്റ് സൈഡ് മിറർ വയ്ക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മിറർ വയ്ക്കുക. ഒരു കാരണവശാലും താഴെ മുകളിൽ മിറർ വയ്ക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളിവിടെ തൽക്കാലം ഞാൻ റൈറ്റ് സൈഡ് കൊണ്ട് മിറർ വയ്ക്കുന്നു. ഓക്കെ, മിറർ വയ്ക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇങ്ങനെ ഫുള്ള് ഇതിൻ്റെ ഇമേജ് എഴുതി പോയി സമയം കളയരുത് കേട്ടോ. ഇമേജ് എഴുതി സമയം കളയരുത്. ഓക്കെ, നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ഓപ്ഷൻസ് വെച്ച് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പറഞ്ഞാലും പിടി കിട്ടുന്നില്ലേ, ഓപ്ഷൻസ് വെച്ച് മാത്രം മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ അപ്പോൾ ഓപ്ഷൻ വെച്ചാൽ കമ്പയർ ചെയ്യാം. നമുക്ക് ഒറ്റയടിക്ക് ആരെ ഒഴിവാക്കാൻ പറ്റും, ഓപ്ഷൻ 2 ഒഴിവാക്കാം അല്ലേ. കാര്യം എന്താണ്, നമുക്ക് ഇവിടെ കണ്ടോ, ഒരു കാരണവശാലും ഇ എന്ന് പറയുന്ന ആളുടെ മിറർ ഇമേജ് അതേപോലെ വരത്തില്ല. കാര്യം എന്താണ്, ഈയുടെ മിറർ ഇമേജ് ഇപ്പോൾ ഇവിടെ നോക്കാം, മിററിൻ്റെ ക്ലോസ്റ്റ് പോയിന്റ് ആരാണ്, അല്ലെങ്കിൽ ക്ലോസ് ലെറ്റർ ആരാണ്, ഇത് ഇ ആണ്. ഈ അല്ലേ, ഈ കൊടുത്തത് ഇ ആണല്ലേ. അപ്പോൾ ഇയാളുടെ ഇമേജ് വേണം നമുക്ക് ആദ്യം കിട്ടാൻ അല്ലേ.
അപ്പം എങ്ങനെ വരണം? ഇങ്ങനെ അല്ലേ ഈ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ മിറർ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ കണ്ടോ തിരിഞ്ഞേ വരാൻ പാടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും ഇത് ഇങ്ങനെ വരാൻ പാടില്ല. നമുക്ക് ഉറപ്പായിട്ട് ഓപ്ഷൻ 2 ഒഴിവാക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കുമ്പോൾ ആരെ ഒഴിവാക്കാൻ സാധിക്കും? ഉറപ്പായിട്ട് നമുക്ക് ഓപ്ഷൻ 3 ഒഴിവാക്കാം അല്ലേ? കാര്യം എന്താണ്? ഒരു കാരണവശാലും ഇനി എഫ് ഇവിടെ വരാൻ പാടില്ല. കാര്യം എന്താണ്? ഇനി തൊട്ടടുത്തേക്കുന്ന ആൾ വി ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും വിയുടെ മിറർ ഇമേജ് ആണ് ഇവിടെ ആക്ച്വലി വരേണ്ടത് അല്ലേ? അത് കാരണം നമുക്ക് ഓപ്ഷൻ 3 ഒഴിവാക്കാം. ഇനി ഓപ്ഷൻ 1 ഉണ്ട് 4 ഉണ്ടല്ലേ? അപ്പോൾ ഇവിടെ വ്യത്യാസം വരാണത് ഇവിടുത്തെ 2 എഫ് അല്ലേ? ഈ എഫ് ആണ് ഇവിടുത്തെ വ്യത്യാസമായിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ആര് ഒഴിവാക്കാൻ സാധിക്കും? നമുക്ക് ഓപ്ഷൻ 4 ഒഴിവാക്കാൻ സാധിക്കും. എന്താ കാര്യം? ഒരു കാരണവശാലും ഇതേപോലൊരു എഫ് നമുക്ക് വരാൻ പാടില്ല. കാര്യം എഫിൻ്റെ മിറർ ഇമേജ് അല്ലേ? മിറർ ഇമേജ് ആണ്, വാട്ടർ ഇമേജ് അല്ല, മിറർ ഇമേജ് ആണ്. ഇങ്ങനെ വരാൻ പാടുള്ളൂ അല്ലേ? അത് കാരണം നമുക്ക് ഓപ്ഷൻ 4 ഒഴിവാക്കാം. എന്തായിരിക്കും ഉത്തരം വരുന്നത്? ഓപ്ഷൻ 1 ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് വെച്ച് മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതേമാതിരി 2-3 സെക്കൻഡ് മതിയാകും. നിങ്ങൾ അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഫൈൻഡ് ദ മിറർ ഇമേജ് ആണ് ചോദ്യം അല്ലേ? ഓക്കെ, അപ്പം മിറർ ഇമേജ് ആകുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒന്നെങ്കിൽ റൈറ്റ് സൈഡ് മിറർ വയ്ക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മിറർ കേട്ടോ, ഏതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി റൈറ്റ് സൈഡിൽ മിറർ വെക്കുന്നതിന് ഏറ്റവും എളുപ്പം. കാര്യം എന്താണ്? ആലോചിച്ച് എന്തുകൊണ്ടായിരിക്കും കാര്യം വരുന്നത്? കാര്യം നമുക്ക് ഓപ്ഷനകത്ത് എന്തായാലും ഈ കാണുന്ന ആളായിരിക്കും, ഈ കാണുന്ന എച്ചിൻ്റെ ഇമേജ് ആയിരിക്കണം ഏറ്റവും ആദ്യം വരണ്ടല്ലേ? ഉറപ്പല്ലേ? അപ്പോൾ അവിടുന്ന് ഉറപ്പായിട്ട് ഓപ്ഷൻ എല്ലാ ആൾക്കാരും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അല്ലേ? ഇവിടുന്ന് സ്റ്റാർട്ട് നമുക്ക് ഉറപ്പായിട്ട് ഇപ്പോൾ റൈറ്റ് സൈഡ് മിറർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യാം. ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യാം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒഴിവാക്കാൻ വരുന്ന ഓപ്ഷൻ ആരാണ്? ഉറപ്പായിട്ട് ഓപ്ഷൻ 2 ഒഴിവാക്കാൻ പറ്റും. കാര്യം എന്താണ്? നമുക്ക് ആദ്യം വരുന്ന എന്താണ്? ഈ എച്ച് എന്ന് പറയുന്ന ആളുടെ മിറർ ഇമേജ് ആണ് ആദ്യം വരണ്ടല്ലേ? എച്ചിൻ്റെ മിറർ ഇമേജ് ഉറപ്പായിട്ടുണ്ടോ? എച്ചിൻ്റെ മിറർ ഇമേജ് എങ്ങനെയാണ്? റൈറ്റ് സൈഡ് മിറർ വെച്ചാൽ ഉറപ്പായിട്ട് എച്ച് അതുപോലെ തന്നെ വരും അല്ലേ? നമുക്ക് ഓപ്ഷൻ 2 ഒഴിവാക്കാം. കാര്യം ഇവിടെ എന്തോന്നു? ഇവിടെ യുവിൻ്റെ മിറർ ഇമേജ് വന്നിരിക്കും. നമുക്ക് ഓപ്ഷൻ 2 ഒഴിവാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ നന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആരൊക്കെ ഒഴിവാക്കാൻ പറ്റും? ഓപ്ഷൻ 1 ഒഴിവാക്കാം, ഓപ്ഷൻ 3 ഒഴിവാക്കാം. കാര്യം എന്താണ്? ഇവിടുത്തെ അവസാനത്തെ ആൾക്കാർ കണ്ടോ? ഈ യു ആണല്ലേ? ആലോചിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. യുവിൻ്റെ മിറർ ഇമേജ് ഉറപ്പായിട്ടും റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ മിറർ വെച്ച് ഉറപ്പായിട്ടും അതേപോലെ തന്നെ വരണം. ഒരു കാരണവശാലും ഇങ്ങനെ ഇതുപോലെ തലകുത്തനെ വരാൻ പാടില്ല അല്ലേ? ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കണം? അത് വാട്ടർ ഇമേജ് അല്ല. വാട്ടർ ഇമേജ് ആയാൽ മാത്രമേ ആക്ച്വലി യുവിൻ്റെ മിറർ ഇമേജ് ഇങ്ങനെ വരാൻ പാടുള്ളൂ. കണ്ടോ? വാട്ടർ ഇമേജ് ആണ് ആക്ച്വലി കേട്ടോ, മിറർ ഇമേജ് അല്ല. സെറ്റല്ലേ? അത് നമുക്ക് ഉറപ്പായിട്ട് 1ഉം 3ഉം ഒഴിവാക്കാം. പിന്നെ നമുക്ക് നോക്കേണ്ട ഉറപ്പായിട്ടുണ്ട് ഓപ്ഷൻ, ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻ 4 തന്നെയാണ് നമ്മുടെ ഉത്തരം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മുന്നോട്ട് പോകാം. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ മിറർ ഇമേജ്. ഓക്കെ, ഫൈൻഡ് ദ മിറർ ഇമേജ് ഓഫ് ദ വേർഡ് അല്ലേ? ഇതിൻ്റെ മിറർ ഇമേജ് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിറർ ഇമേജ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ഒന്നെങ്കിൽ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മിറർ വയ്ക്കുക. ലെഫ്റ്റ് സൈഡിൽ മിറർ വയ്ക്കുക. അപ്പോൾ തൽക്കാലം റൈറ്റ് സൈഡ് മിറർ വയ്ക്കുകയാണ്. അങ്ങനെ ഓപ്ഷൻ വെച്ച് മാക്സിമം സ്പീഡ് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒറ്റയടി ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ 1 അല്ലേ? കാര്യം എന്താണ്? ഒരു കാരണവശാലും എന്നോട് സ്റ്റാർട്ടിങ്ങിൽ വരാൻ പാടില്ല അല്ലേ? നമുക്ക് ആര് വരണം? 6 എന്ന് പറയുന്ന ലെറ്ററിൻ്റെ മിറർ ഇമേജ് വരാൻ പാടുള്ളൂ. ഓക്കെ, സെറ്റാണ്. ഇനി കമ്പയർ നമുക്ക് ആരും ഒഴിവാക്കാൻ പറ്റും? നമുക്ക് ഓപ്ഷൻ 2 ഒഴിവാക്കാം. കാര്യം എന്താണ്? തൊട്ടടുത്ത ആളുണ്ടോ? ഇവിടുത്തെ യു കൊണ്ട് തല തിരിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം യു തന്നിരിക്കുന്ന യുവിൻ്റെ മിറർ ഇമേജ് എങ്ങനെ വരണം? ഇങ്ങനെ വരാൻ പാടില്ല, അതേപോലെ തന്നെ വരാൻ പാടുള്ളൂ അല്ലേ? തിരിഞ്ഞ് വരാൻ പാടില്ല അല്ലേ? തലകുത്തനെ വരാൻ പാടില്ല അല്ലേ? ഇനി ഓപ്ഷൻ 3 ഉണ്ട് 4 ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ 2 ആൾക്കാർ അല്ലേ? അല്ലേ? ഈ 2 ആൾക്കാരാണ് ആകെ വ്യത്യാസം അല്ലേ? അല്ല, ആദ്യത്തെ വ്യത്യാസം ഇവർ രണ്ടുപേരുമാണ്. ഉറപ്പല്ലേ? ഉറപ്പായിട്ട് നമുക്ക് അയാളെ കമ്പയർ ചെയ്യാം. അതായത് ഈ തന്നെ പിയുടെ മിറർ ഇമേജ് അല്ലേ? പിയുടെ മിറർ ഇമേജ് എങ്ങനെ വരണം? ഉറപ്പായിട്ടും തിരിച്ച് ക്യൂ പോലെ വരണം അല്ലേ? പിയുടെ മിറർ ഇമേജ് ഇങ്ങനെ തിരിഞ്ഞ് വരണം അല്ലേ? ഒരു കാരണവശാലും ഇതേപോലെ ഡി പോലെ വരാൻ പാടില്ല. അത് കാരണം നമുക്ക് 4 ഒഴിവാക്കാം. ഉത്തരം എന്താണ്? ഓപ്ഷൻ 3. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നിങ്ങൾ മാക്സിമം ഓപ്ഷൻസ് വെച്ച് ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എഴുതി പഠിക്കണം. 4 സെല്ലും മിറർ എഴുതി പഠിക്കുക. ഓക്കെ, കാര്യം വളരെ എളുപ്പമാണ്. നമുക്കൊരു 3 to 4 സെക്കൻഡ്സ് മതിയാകും ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദ മിറർ ഇമേജ് അല്ലേ? ഫൈൻഡ് ദ മിറർ ഇമേജ് ആണ്.
വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വെറും 2 സെക്കൻഡ്, കുഞ്ഞുങ്ങളെ വെറും 2 സെക്കൻഡ് മതിയാകും. ഓക്കെ, ഫൈൻഡ് ദ മിറർ ഇമേജ് ആണ്. നിങ്ങൾക്ക് റൈറ്റ് സൈഡ് മിറർ വെക്കാം അല്ലേ. അപ്പോൾ ഒറ്റയടിക്കാം ഓപ്ഷൻ 1 ഒഴിവാക്കാം, അതുപോലെ ഓപ്ഷൻ 3 ഒഴിവാക്കാൻ പറ്റും, ഓപ്ഷൻ 4ഉം ഒഴിവാക്കാം. കാര്യം എന്താണ്, നമുക്ക് ഉറപ്പായിട്ടും ആദ്യം വരുന്ന ഈ 2ന്റെ മിറർ ഇമേജ് അല്ലേ. 2ന്റെ മിറർ ഇമേജ് അങ്ങനെ വരുന്നത് ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെ വരും അല്ലേ. ഒരു കാരണവശാലും ഇവിടെ എ വരാൻ പാടില്ല, ഒരു കാരണവശാലും എസിന്റെ മിറർ ഇമേജ് വരാൻ പാടില്ല, ഒരു കാരണവശാലും 1ന്റെ മിറർ ഇമേജ് വരാൻ പാടില്ല. പിന്നെ ആരായിരിക്കും, ഓപ്ഷൻ 2 തന്നെ. കണ്ടോ, വളരെ എളുപ്പമാണ്. സെറ്റായില്ലേ, എളുപ്പമല്ലേ. ഓക്കെ, മുന്നോട്ട് പോകാം. ശരി, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിറർ ഇമേജ്. ഓക്കെ, ഇതിൻ്റെ മിറർ ഇമേജ് കാണണം. അപ്പോൾ അവിടെ എന്ത് വേണം, നിങ്ങൾ ചോദ്യം മിറർ ഇമേജ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മിറർ വയ്ക്കാം അല്ലേ. മിറർ വയ്ക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ആരെ ഒഴിവാക്കാൻ പറ്റും, ഉറപ്പായിട്ട് നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഓപ്ഷൻ ഒഴിവാക്കാൻ പറ്റും അല്ലേ. അത് നമുക്ക് ഓപ്ഷൻ 2ഉം ഒഴിവാക്കാം, ഓപ്ഷൻ 3ഉം ഒഴിവാക്കാം. ഉത്തരം എന്തായിരിക്കും, ഓപ്ഷൻ 2 തന്നെ. ഓപ്ഷൻ 2 തന്നെയാണ്. കാര്യം എന്താണ്, ആദ്യം ആര് വരണം, ഈ എച്ച് എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ മിറർ ഇമേജ് വരണം. കണ്ടോ, വരണ്ടേ. അപ്പോൾ ഇങ്ങനെ വരാൻ പാടുള്ളൂ, ഒരു കാരണവശാലും ഈ പി വരാൻ പാടില്ല, അല്ലെങ്കിൽ ക്യൂവിൻ്റെ മിറർ ഇമേജ് വരാൻ പാടില്ല, ഇയാൾ എന്തായാലും വരാൻ പാടില്ല അല്ലേ. ഇവിടെ എച്ച് ഒരു കാരണം നേരെ വരത്തില്ല, എച്ചിൻ്റെ മിറർ നേരെ വരത്തില്ല അല്ലേ. നമുക്ക് കാരണം 1ഉം 2ഉം 3 ഒഴിവാക്കാം. ഉറപ്പായിട്ടും പിന്നെ ഓപ്ഷൻ 4 തന്നെയാണ്, ഓപ്ഷൻ 4 തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി കുഞ്ഞ് നോക്കിയോളൂ, ഇതിനകത്ത് ഓപ്ഷൻ 2 ഇല്ലേ, ഓപ്ഷൻ 2 ആക്ച്വലി ആരാന്നറിയാമോ, ഫിഗർ നോക്കി, ഇയാൾ ആക്ച്വലി ആരാണ്, ഈ ഫിഗറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വാക്കിൻ്റെ വാട്ടർ ഇമേജ്. ഇത് ആക്ച്വലി വാട്ടർ ഇമേജ് അല്ലേ. നോക്കി ഓപ്ഷൻ 2 നോക്കി, അതായത് ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. ഓക്കെ, ക്യൂ, ഓക്കെ, യു ടി, വീണ്ടും യു ബി ജി, ഓക്കെ, ഇങ്ങനത്തെയാണ് എ ആർ, ഓക്കെ, എച്ച്. ഇയാളിൻ്റെ വാട്ടർ ഇമേജ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഇമേജ് താഴെ മിറർ വെക്കുന്നതാണല്ലേ. ഉറപ്പായിട്ടും താഴെ മിറർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും, ഈ തതിന് ഇങ്ങനെ വരും, ഇയാൾ ഇങ്ങനെ വരും നേരെ. ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഡി പോലെ വരത്തില്ല, ഡി പോലെ വരും അല്ലേ. പിന്നെ യുവിൻ്റെ മിറർ ഇമേജ് എങ്ങനെ വരും, ഇങ്ങനെ വരുന്ന തിരിഞ്ഞു വരില്ല, തല കുത്തനെ വരും അല്ലേ, ഇങ്ങനെ വരും. ഓക്കെ, കണ്ടോ, അതുപോലെ തന്നെ അല്ലേ. ടി എങ്ങനെ വരും, ടി ഇങ്ങനെ വരും, കണ്ടോ, ടി ഇങ്ങനെ വരും. യു വീണ്ടും ഇങ്ങനെ വരും അല്ലേ. പിന്നെ ബി എന്ത് വരും, നമുക്ക് ഏകദേശം പി പോലെ വരും അല്ലേ. പിന്നെ ജി എങ്ങനെയാണ്, ജി ഉണ്ട്, ഈ ഒരു കർവാണ് കോസ്റ്റ് അല്ല, പുറപ്പെട്ട് അയാളാണ് നമുക്ക് ആദ്യം വരണ്ടല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ. എ എങ്ങനെ വരും, എ കണ്ടോ, ഏകദേശം നേരെ തല കൂത്ത് തിരിഞ്ഞ് വരണം അല്ലേ, തിരിഞ്ഞ് വരണം. അതായത് ഓക്കെ, ഈ സൈഡിൽ തന്നെ കർവ് ഇപ്പം ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെ വരും അല്ലേ, ഏകദേശം ഇങ്ങനെ തന്നെ വരും അല്ലേ. ക്ലിയർ അല്ലേ. പിന്നീട് ആരുണ്ട്, ഓക്കെ, പിന്നെ ആറ് എങ്ങനെ വരും, ഇങ്ങനെ വരും അല്ലേ. ഓക്കെ, 6 ഇങ്ങനെ വരും. പിന്നെ എച്ച് കണ്ടോ, എച്ച് ഇങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ 2. നമ്മൾ ഓപ്ഷൻ 2 അല്ലേ, ഓപ്ഷൻ 2 ആണ് നമ്മുടെ വാട്ടർ ഇമേജ്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും കേട്ടോ, നമ്മളിപ്പോൾ 5 ക്വസ്റ്റ്യൻ കണ്ടു. ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കിട്ടുന്ന ശേഷം നിങ്ങൾ എല്ലാത്തിൻ്റെയും മിറർ ഇമേജ് വേണം. ഒരു പ്രാവശ്യം മിറർ ഇമേജ് ഒരു പ്രാവശ്യം എഴുതി നോക്കുക, മിറർ ഇമേജും വാട്ടർ ഇമേജും കേട്ടോ, വാട്ടർ ഇമേജും കൂടെ ഒരു പ്രാവശ്യം ഒന്ന് എഴുതി പഠിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യം വളരെ എളുപ്പമായിരിക്കും കേട്ടോ, വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, മിറർ ഇമേജ്, വാട്ടർ ഇമേജ് തന്നിരിക്കുന്നത് ഇതുവരെ നമ്മൾ 5 ക്വസ്റ്റ്യൻ കണ്ടു. 5 ക്വസ്റ്റ്യത്തിൽ ഓരോ ക്വസ്റ്റ്യൻ്റെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിറർ ഇമേജും വരച്ചു പഠിക്കാം, അതുപോലെ വാട്ടർ ഇമേജും വരച്ചു പഠിക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക, കാര്യം വളരെ എളുപ്പമാണ്. ശരിയുള്ള മുന്നോട്ട് പോകാം. Okay, question number 6. Select the correct mirror image of the given combination when the mirror is placed at PQ as shown. കേട്ടോ, ഈ പ്രൊട്ടക്ഷൻ എന്ന വാക്കിൻ്റെ റൈറ്റ് സൈഡിൽ PQയിൽ കൊണ്ട് ഒരു മിറർ വെച്ചിരിക്കുകയാണ് അല്ലേ. നമുക്ക് എന്ത് വേണം, ഇയാളുടെ മിറർ ഇമേജ് വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് വെച്ച് മാക്സിമം കമ്പയർ ചെയ്യുക അല്ലേ. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് 2 ഓപ്ഷൻ ഒഴിവാക്കാം അല്ലേ. കാര്യം ഓപ്ഷൻ എയും ഒഴിവാക്കാൻ പറ്റും, ഓപ്ഷൻ സിയും ഒഴിവാക്കാം. കാര്യം എന്താണ്, ഒരു കാരണവശാലും നമുക്ക് പിയുടെ മിറർ ഇമേജ് അല്ല വരേണ്ടത്, നമുക്ക് ആര് വരണം, കുഞ്ഞുങ്ങളെ എന്നിൻ്റെ മിറർ ഇമേജ് ഇങ്ങനെ വരണം അല്ലേ. പിന്നെ നോക്കുക, ഓപ്ഷൻ ബിയും ഉണ്ട് ഡിയും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവരെ വെച്ച് ഈ ഓപ്ഷൻസ് കമ്പയർ അല്ലേ. ഓപ്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആരും ഒഴിവാക്കാൻ പറ്റും, ഉറപ്പായിട്ട് ഓപ്ഷൻ ഡി ഒഴിവാക്കാം. കാര്യം എന്താണ്, ഇവിടെ നോക്കി പ്രൊട്ടക്ഷൻ ആണല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ കണ്ടോ ടിയുടെ പൊസിഷൻ കണ്ടോ, ഇവിടെ വരാൻ പാടുണ്ടോ, ഇവിടെ വരാൻ ഒരു കാരണം വരാൻ പാടില്ല. കാര്യം എന്താണ്, ഇത് കഴിഞ്ഞിട്ട് ആര് വരണം, ഓയുടെ മിറർ ഇമേജ് വരണം, പിന്നെ ഐയുടെ ആണ് വരേണ്ടത്,
പിന്നെയാണ് ടി അല്ലേ. ഒരു കാരണവശാലും സെക്കൻഡ് അല്ല തേർഡ് പ്ലേസിൽ ടി വരാൻ പാടില്ല. അത് കാരണം നമുക്ക് ഉറപ്പായിട്ടും 4 ഒഴിവാക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ഒഴിവാക്കാം. കുഞ്ഞുങ്ങളെ ഓപ്ഷൻ ബി തന്നെ, ഓപ്ഷൻ ബി തന്നെയാണ്. സെറ്റല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, വളരെ എളുപ്പമാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നോക്കുക, ഈ തന്ന ഓപ്ഷനകത്ത് ആരെങ്കിലും വാട്ടർ ഇമേജ് ഉണ്ടോ? തന്നിന് ഓപ്ഷൻ ആയാലും വാട്ടർ ഇമേജ് ഉണ്ടോ നോക്കിക്കേ. ഉറപ്പായിട്ടും PROTECT. ഓക്കെ കുഞ്ഞുങ്ങളെ, ഓപ്ഷൻ ഇല്ലേ, ഓപ്ഷൻ എ ആക്ച്വലി എന്താണ്, ഇയാളുടെ വാട്ടർ ഇമേജ് ആണ് കേട്ടോ. പറ്റുമെങ്കിൽ അതുകൂടെ ചെക്ക് കേട്ടോ, കൂട്ടത്തിൽ ഇതുകൂടെ ചെക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കുക. കാര്യം വളരെ എളുപ്പം കേട്ടോ. ഓക്കെ, ഓപ്ഷൻ എ ആക്ച്വലി വാട്ടർ ഇമേജ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആര്, മിറർ ഇമേജ്. ഓക്കെ, സെറ്റാണ് കേട്ടോ, സെറ്റാന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, select the correct mirror image of the given combination when the mirror is placed at MN as shown. MN പൊസിഷനിൽ മിറർ വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് മിറർ ഇമേജ് ആണ് ചോദ്യം അല്ലേ. ഇപ്പം നോക്കി ആരായിരിക്കും? ഉറപ്പായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആരൊക്കെ ഒഴിവാക്കാൻ പറ്റും? ഓപ്ഷൻ ബിയും ഒഴിവാക്കാം, ഡിയും ഒഴിവാക്കാൻ പറ്റില്ല. കാര്യം എന്താണ്, നമുക്ക് ആദ്യമേ തന്നിരിക്കുന്നത് എഫിൻ്റെ മിറർ ഇമേജ് ഇങ്ങനെ വരണം. ഒരു കാരണവശാലും എഫ് തലകുത്തനെ വരത്തില്ല. ഒരു കാരണവശാലും എം വരാൻ പാടില്ല. ഓക്കെ, ഇനി എയും സിയും ഉണ്ടല്ലേ, നമ്മൾ അവരെ വെച്ച് ഓപ്ഷൻ എയും സിയും ഉണ്ട്. ഇതിനകത്തുള്ള ആൾക്കാരെ വെച്ച് മാക്സിമം കമ്പയർ ചെയ്യുമ്പോൾ ആകെ വ്യത്യാസം പറയാനായിട്ട് ആരുള്ളത്? ഓപ്ഷൻ എയിലെ വ്യത്യാസം ഓപ്ഷൻ എയും സിയും കമ്പയർ ചെയ്യുമ്പോൾ ഈ 6 എന്ന് പറയുന്ന ആളുടെ മിറർ ഇമേജ് ആണ്, അയാളെ മാത്രം ആകെ വ്യത്യാസമായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആരായിരിക്കും ഉത്തരം വരുന്നത്? ഒരു കാരണവശാലും സി വരത്തില്ല. ഈ ഒരു ഫിഗർ എന്തായാലും വരാൻ പാടില്ല അല്ലേ. സി അല്ല, ഓപ്ഷൻ എ എന്തായാലും വരത്തില്ല. ഉത്തരം ആരായിരിക്കും? ഓപ്ഷൻ സി. കുഞ്ഞുങ്ങൾ ഓപ്ഷൻ സി ആണ് അല്ലേ. ഒരു കാരണം 6 ഇങ്ങനെ തലകുത്തിനെ വരാൻ പാടില്ലേ. 6ന്റെ മിറർ ഇമേജ് എങ്ങനെ വരണം? ഇങ്ങനെയുള്ള 6ന്റെ മിറർ ഇമേജ് എങ്ങനെ വരണം? ഉറപ്പായിട്ടും തിരിഞ്ഞ് ഇങ്ങനെ വരണം അല്ലേ. അതാണ് ഓപ്ഷൻ സിയിൽ മാത്രമാണുള്ളത് അല്ലേ. അതാണ് നമുക്ക് ഓപ്ഷൻ എ ഒഴിവാക്കാം, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോളൂ കുഞ്ഞുങ്ങൾ, അതിനകത്ത് വാട്ടർ ഇമേജ് ഉണ്ടോ? ഉറപ്പായിട്ടും ഓപ്ഷൻ ഡി. കുഞ്ഞുങ്ങൾ ഓപ്ഷൻ ഡി ആരാണ് നമ്മുടെ വാട്ടർ ഇമേജ്? ഓപ്ഷൻ ഡി നമ്മുടെ വാട്ടർ ഇമേജ് ആട്ടോ. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാൽ ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? ഫൈൻഡ് ദ വാട്ടർ ഇമേജ് അല്ലേ. അത് ഓപ്ഷൻ ഡി നമ്മുടെ വാട്ടർ ഇമേജ് ആട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ കോമ്പിനേഷൻ വെൻ ദ മിറർ ഈസ് പ്ലേസ്ഡ് അറ്റ് MN as shown. ഓക്കെ, MN കൊണ്ട് മിറർ വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും ഇതിൻ്റെ മിറർ ഇമേജ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ നോക്കുക. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആരും ഒഴിവാക്കാൻ പറ്റും? ഓപ്ഷൻ ഡി ഒഴിവാക്കാൻ പറ്റും. കാര്യം എന്താണ്? 2ന്റെ മിറർ ഇമേജ് എങ്ങനെ വരണം? നേരെ ഇങ്ങനെ വരണം അല്ലേ, ഇങ്ങനെ വരണം. അപ്പം 2 ഇങ്ങനെ വരാം, ഇത്തിരി തലകുത്തനെ വരത്തില്ല. ഓക്കെ, പിന്നീട് ആരും ഒഴിവാക്കാൻ പറ്റും? നമുക്ക് സീനെ ഒഴിവാക്കാം. കാര്യം എന്താണ്? അടുത്ത 7ന്റെ മിറർ ഇമേജ് ഇങ്ങനെ വരാൻ പാടുള്ളൂ, തലകുത്തനെ വരാൻ പാടില്ല. ഇനി ആരും ഒഴിവാക്കാൻ പറ്റും? നമുക്ക് ഓപ്ഷൻ എയും ഒഴിവാക്കാം. കാര്യം എന്താണ്? എയുടെ മിറർ ഇമേജ് അതേപോലെ വരണം അല്ലേ. ഒരു തലകുത്തനെ വരാൻ പാടില്ല. അത് കാരണം നമുക്ക് ആരും ഒഴിവാക്കാൻ പറ്റും? ഓപ്ഷൻ എയും ഒഴിവാക്കാം, ഓപ്ഷൻ ബി. കുഞ്ഞുങ്ങൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. സെറ്റല്ലേ? ഇനി ഇതിനകത്ത് വാട്ടർ ഇമേജ് ഉണ്ടോ? വാട്ടർ ഇമേജ് എന്തായാലും ഇല്ല. കാര്യം എന്താണ്? വാട്ടർ ഇമേജിനകത്ത് അവിടെ താഴെ മിറർ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ആര് വരണം? ഈ തിരിഞ്ഞിങ്ങനെ വരണം. ഇപ്പോൾ ഇയിൽ സ്റ്റാർട്ട് ഒറ്റ ഓപ്ഷൻ ഇല്ല. അപ്പം ഈ ഓപ്ഷനകത്ത് വാട്ടർ ഇമേജ് ആരും ഇല്ല. ഉറപ്പായിട്ട് ഓപ്ഷൻ ബി നമ്മുടെ മിറർ ഇമേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മിറർ ഇമേജ് അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടോ, അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല. ഇവിടെ എന്താണ് നേരത്തെ ഒക്കെ നമ്മൾ എന്താണ് ലെറ്റേഴ്സ് നമ്പേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ എന്താണ് നേരെ ഫിഗറിലേക്ക് വന്നു അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫിഗറിൻ്റെ എന്ത് കാണണം? നമ്മൾ മിറർ ഇമേജ് കാണണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മിറർ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നമുക്ക് ഒന്നുകിൽ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മിറർ വെക്കാം. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ വെച്ച് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ. ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് ഒറ്റയടിക്കാൻ ഓപ്ഷൻ 1 ഒഴിവാക്കാൻ പറ്റും, 2 ഒഴിവാക്കാൻ പറ്റും. കാര്യം എന്താണ്? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഇത് ഇയാളുടെ മിറർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ആരോയാണ് ഈ മിററിൻ്റെ ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. അതായത് ഇവിടെ നോക്കാം നമുക്ക് ആക്ച്വലി റൈറ്റ് ബോട്ടമിലാണ് ആരോ ഇരിക്കുന്നത് അല്ലേ. നമ്മൾ ഇമേജ് അവിടെ വരണം. ഉറപ്പായിട്ടും ഈ ആരോ വേണം മിററിൻ്റെ ഏറ്റവും അടുത്ത് വരാൻ. അതായത് ലെഫ്റ്റ് ബോട്ടമിൽ ആരോ വരണം അല്ലേ. ഒരു കാരണവശാലും ലെഫ്റ്റ് ടോപ്പിൽ വരാൻ പാടില്ല, അതുപോലെ റൈറ്റ് ടോപ്പിലും വരാൻ പാടില്ല. പിന്നെ ഓപ്ഷൻ 3 ഉണ്ട്, 4 ഉണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി 3ഉം 4ഉം കമ്പയർ ഉത്തരം കിട്ടും. ഉറപ്പായിട്ടും ഓപ്ഷൻ 3 ആണ്, 4 അല്ല. ഓപ്ഷൻ 3 ആണ്, 4 അല്ല. കാര്യം എന്താണ്? നടുക്ക് കണ്ടോ, നടുക്കത്തെ സർക്കിൾ പക്ക ബ്ലാക്ക് സർക്കിൾ ആണ് അല്ലേ. ഒരു കാരണം പ്ലെയിൻ സർക്കിൾ വരാൻ പാടില്ല. അത് കാരണം ഓപ്ഷൻ 3 കണ്ടോ. ഉത്തരം കിട്ടി. ഇത്രയേ ഉള്ളൂ പരിപാടി അല്ലേ. അപ്പം നിങ്ങൾ മാക്സിമം ഓപ്ഷൻ വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അനാവശ്യ സമയം കളയരുത്, അനാവശ്യ വരച്ച സമയം കളയരുത്.
ഓപ്ഷൻ വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വളരെ എളുപ്പമാണ്, സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല അല്ലേ? ഓക്കെ, എന്താണത്, ഇവിടെയാണ് ഈ ഒരു ആരോ ആണ് ക്ലോസസ്റ്റ് വൺ അല്ലേ? അയാൾ റൈറ്റ് ബോട്ടമിലിരിക്കുന്ന ആളാണ്. അപ്പം നമുക്ക് ഉറപ്പായിട്ട് ലെഫ്റ്റ് ബോട്ടമിൽ ആരോ വരും അല്ലേ? ഇനി ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഈ ഒരു ലൈൻ നേരെ കർവ് ചെയ്ത് മുകളിലേക്ക് ലെഫ്റ്റ് ടോപ്പിലേക്ക് പോകണേ. നമുക്ക് ഉറപ്പായിട്ടും നേരെ റൈറ്റ് ടോപ്പിലേക്ക് പോകണം. നടുക്ക് എന്താണ് ബ്ലാക്ക് സർക്കിൾ ഉണ്ടല്ലേ? പിന്നെ വീണ്ടും അവിടെ നിന്ന് എന്ത് ചെയ്യും, ലൈൻ ഇവിടെ വീണ്ടും ലെഫ്റ്റ് ടോപ്പിൽ പോയിട്ട് ലെഫ്റ്റ് ടോപ്പിൽ സർക്കിൾ വന്നു അല്ലേ? ലെഫ്റ്റ് ടോപ്പിൽ സർക്കിൾ വന്നു. ഉറപ്പായിട്ട് എങ്ങനെ വരും, നമുക്ക് അയാൾ കറങ്ങി റൈറ്റ് ടോപ്പിൽ അല്ലെ റൈറ്റ് ടോപ്പിൽ അയാൾ വരും കണ്ടോ? ഉറപ്പായിട്ട് ഓപ്ഷൻ 3 തന്നെ. സെറ്റല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻസ് എവിടെയെങ്കിലും വാട്ടർ ഇമേജ് ഉണ്ടോ നോക്കിക്കേ, എവിടെയെങ്കിലും വാട്ടർ ഇമേജ് ഉണ്ടോ? ഉറപ്പായിട്ടും ഈ ഓപ്ഷൻ 2 ആണ് കുഞ്ഞുങ്ങൾ നമ്മുടെ വാട്ടർ ഇമേജ് അല്ലേ? ഓപ്ഷൻ 2 ആണ് നമ്മുടെ വാട്ടർ ഇമേജ്. കുഴപ്പമില്ലല്ലോ. നോക്കി എന്തായിരിക്കും ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ഇരിക്കും അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് ഫിഗർ വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇയാളുടെ താഴെ മിറർ വെച്ച് കഴിഞ്ഞാൽ മിറർ വയ്ക്കുന്ന എന്താണ് നമ്മുടെ വാട്ടർ ഇമേജ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് ബോട്ടമിലാണ് ഈ ആരോ ഉള്ളത്. ഉറപ്പായിട്ടും ഇനി വാട്ടർ ഇമേജ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കണം, ഇയാൾ നേരെ റൈറ്റ് ടോപ്പിൽ ഇങ്ങനെ റൈറ്റ് ടോപ്പിൽ വരണം കണ്ടോ? ഇനി എന്ത് ചെയ്തു, ഇവിടുന്ന് നേരെ റൈറ്റ് ബോട്ടം നേരെ ലെഫ്റ്റ് ടോപ്പിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ലെഫ്റ്റ് ബോട്ടമിലേക്ക് പോകണം. നടുക്ക് വെച്ച് നമുക്ക് ഒരു ബ്ലാക്ക് സർക്കിൾ കിട്ടും. വീണ്ടും അതിന് കർവ് ചെയ്ത് ഇങ്ങനെ പോകുന്നു, നേരെ ലെഫ്റ്റ് ടോപ്പിൽ കിട്ടുന്നു അല്ലേ സർക്കിൾ. ഉറപ്പായിട്ടും അവിടെ പറയും നേരെ ലെഫ്റ്റ് ബോട്ടമിൽ ആ പ്ലെയിൻ സർക്കിൾ വരും കണ്ടോ? ഉറപ്പായിട്ടും ഓപ്ഷൻ 2 അത് തന്നെയാണ്. ഇതുപോലത്തെ ഫിഗറാണ്. കാര്യം എളുപ്പമാണ് അല്ലേ? ജസ്റ്റ് ഒരു പ്രാവശ്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് വെച്ച് മാക്സിമം കമ്പയർ ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ശരി കുട്ടികളെ, മുന്നോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻ. ഓക്കെ, 10th ക്വസ്റ്റ്യൻ, ഫൈൻ ദ മിറർ ഇമേജ്. ഓക്കെ, എന്താണ് ഉറപ്പായിട്ട് നമ്മൾ റൈറ്റ് സൈഡ് തന്നെ മിറർ വെക്കണം. ഓക്കെ, ഇനി ഓപ്ഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റയടി ഓപ്ഷൻ 1 ഒഴിവാക്കാം, 2 ഒഴിവാക്കാം. കാര്യം എന്താണ്? ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ മിറർ വെക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ആളല്ല, ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്, ഇയാളുടെ മിനിറ്റ് ഹാൻഡാണ്. ഇയാൾ ചെറുത് എന്താണ്, ഈ സൈഡിൽ അവർ ഹാൻഡും ഉണ്ട്, ഇവിടെ ഏകദേശം മിനിറ്റ് ഹാൻഡും ഉണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഫിഗർ അല്ലെങ്കിൽ ഇമേജ് വരുമ്പോൾ ഉറപ്പായിട്ടും ഈ മിനിറ്റ് ഹാൻഡ് കുഞ്ഞുങ്ങളെ ഇവിടെയാണ് മിനിറ്റ് ഹാൻഡ് വരേണ്ടത് അല്ലേ? ഒരു കാരണവശാലും ഇവിടെ മിനിറ്റ് ഹാൻഡ് ഈ താഴെ വരത്തില്ല അല്ലേ? അതുപോലെ ഇവിടെ ഈ ഓപ്ഷൻ 2 ആരാണ് ഇവിടെ ഇരിക്കുന്നത്, അവർ ഹാൻഡാണ്. മിനിറ്റ് ഹാൻഡ് അല്ല വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ വന്നിരിക്കുന്നത് അവർ ഹാൻഡാണ്, മിനിറ്റ് ഹാൻഡ് അല്ല. പിന്നെ 3ഉം 4ഉം ഉണ്ടല്ലേ? ഉറപ്പായിട്ട് ഓപ്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഉറപ്പായിട്ടും 3 നമുക്ക് ഒഴിവാക്കാം, ഓപ്ഷൻ 4 തന്നെയാണ് നമ്മൾ ഉത്തരം അല്ലേ? കാര്യം എന്താണ്, ഈ ലൈൻ എങ്ങനെ പോയി, ഈ അവർ ഹാൻഡ് എങ്ങനെ ഇരിക്കുന്നത് ആക്ച്വലി ഈ മിനിറ്റ് ഹാൻഡ് പറയാന്നുള്ള ഇവിടെയാണല്ലേ, ഈ താഴെയാണ് ഇവിടുത്തെ ആംഗിൾ അല്ലേ? ആംഗിൾ ഉള്ളത് അവിടെ താഴെയാണ് അല്ലേ, ബോട്ടമായിട്ടുണ്ടല്ലേ? അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് എങ്ങനെ വരണം, ഇങ്ങനെ വരണം ആ ഒരു ടൈമിംഗ് അല്ലേ, ഇവിടെ വരണം ആംഗിൾ അല്ലേ? ഉറപ്പായിട്ടും അത് ഓപ്ഷൻ 3 ഓപ്ഷൻ 4 ഉള്ളത്. അത് കാരണം നമുക്ക് ഓപ്ഷൻ 4 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഫിഗേഴ്സ് അവിടെ നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. കാര്യം വളരെ എളുപ്പം കേട്ടോ, എളുപ്പമാണ്. ഓക്കെ, മുന്നോട്ട് പോകാം. ശരി, അപ്പോൾ ഇതിനകത്ത് വാട്ടർ ഇമേജ് ഉണ്ടോ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത്? എവിടെയെങ്കിലും വാട്ടർ ഇമേജ് ഉണ്ടോ? ഉറപ്പായിട്ടില്ല. ഇതിനകത്ത് ആക്ച്വലി അല്ലേ, വാട്ടർ ഇമേജ് ഇല്ല, നോ വാട്ടർ ഇമേജ്. ഓക്കെ, ഓപ്ഷനകത്ത് വാട്ടർ ഇമേജ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നോക്കണം, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ക്വസ്റ്റ്യനകത്ത് മിറർ ഇമേജ് വാട്ടർ ഇമേജ് പക്കയായിട്ട് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ വെറുതെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വെറുതെ പറയുന്നുള്ളൂ. നിങ്ങൾ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാര്യം വളരെ എളുപ്പം കേട്ടോ. ശരി, ഉള്ള മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11, ഫൈൻ ദ മിറർ ഇമേജ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡ് മിറർ വെക്കണം അല്ലേ? ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ആരെ ഒഴിവാക്കാൻ പറ്റും, ഓപ്ഷൻ 1 ഒഴിവാക്കാം, 2 ഒഴിവാക്കാം. കാര്യം എന്താണ്, ഇവിടെ ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ 2 അല്ലേ, മിററിൻ്റെ ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ 2 ഡോട്ടുകളാണല്ലേ? ഉറപ്പായിട്ടും ആ 2 ഡോട്ടുകൾ വേണം നമ്മുടെ ഇമേജിലും ക്ലോസസ്റ്റ് ആയിട്ട് വരാനായിട്ടല്ലേ? ഓക്കെ, ഓപ്ഷൻ 1 2 പിന്നെ 3 ഉണ്ട് 4 ഉണ്ട്. അവിടുത്തെ വ്യത്യാസം നടുക്കുള്ള 2 ട്രയാങ്കിൾസ് ആണല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ഈ ട്രയാങ്കിളിൻ്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വരും, ട്രയാങ്കിൾ അതേപോലെ തന്നെ ഇരിക്കണം അല്ലേ? അതേപോലെ ഇരിക്കണം. ഉറപ്പായിട്ടും ഓപ്ഷൻ 4 അല്ല, ഓപ്ഷൻ 3 ആണ് കേട്ടോ. 3 ആണ്. നിങ്ങൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം വളരെ എളുപ്പമാണ് കേട്ടോ. ശരി, മുന്നോട്ട് പോകാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇതിനകത്ത് വാട്ടർ ഇമേജ് ഉണ്ടോ? ഓക്കെ, ഇതിനകത്തും ആക്ച്വലി വാട്ടർ ഇമേജ് ഒന്നുമില്ല. ഈ ഓപ്ഷനകത്ത് നിന്നും വാട്ടർ ഇമേജ് ഇല്ല കേട്ടോ, നോ വാട്ടർ ഇമേജ്. ഓക്കെ, ക്ലിയർ ആണ്. നിങ്ങൾ ജസ്റ്റ് കേട്ടോ, നിങ്ങൾ വീണ്ടും പറയുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടില്ല വെറുതെ ചെക്ക് ചെയ്ത് നോക്കുക. പഠിക്കുന്ന സമയം വരെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സാമ്പിളെപ്പോഴും ചെക്ക് ചെയ്യരുത്. നിങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതില്ലേ, ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്യരുത്.
നിങ്ങൾ പഠിക്കാൻ നേരത്ത് മാത്രം വെറുതെ ചെക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ഫൈൻഡ് ദ മിറർ ഇമേജ്. ഓക്കെ, ഫൈൻഡ് ദ മിറർ ഇമേജ്. ഓക്കെ. അപ്പോൾ ഇയാളുടെ മിറർ ഇമേജ് നോക്കിയേ. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 1 വരത്തില്ല, ഓപ്ഷൻ 3 വരത്തില്ല, ഓപ്ഷൻ 4 വരത്തില്ല. കാര്യം എന്താണ്? ഈ ഒരു ഫിഗർ എടുക്കുമ്പോൾ ഓക്കെ ക്ലോസസ്റ്റ് പോയിന്റ് ആരാണ്? ഈ ഒരു ആരയാണ് അല്ലേ, ഈ ഒരു ആരയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആര ആക്ച്വലി എവിടെ കൊണ്ടിരിക്കുന്നത്? നേരെ അല്ലേ റൈറ്റ് ബോട്ടമിലാണ് ഈ ആര ഇരിക്കുന്നത് അല്ലേ. ഉറപ്പായിട്ട് നമുക്ക് ഇമേജിൽ വരണം നേരെ ലെഫ്റ്റ് ബോട്ടം. കുഞ്ഞുങ്ങൾ ലെഫ്റ്റ് ബോട്ടമിൽ വരണം അല്ലേ. അപ്പോൾ ലൈൻ നേരെ ഇങ്ങനെ പോകും. ആരാണ്? ആര് ഇവിടെ തന്നെ ഉണ്ട് താനും. അപ്പം അങ്ങനെ വരുന്ന ഫിഗറിൽ എവിടെയൊക്കെ ഉണ്ട്? ഓപ്ഷൻ 1 എന്തായാലും ഇല്ല, കണ്ടോ. ഓപ്ഷൻ 3 ഇല്ല. ഓക്കെ, ഓപ്ഷൻ 2 ഉണ്ട്, 4 ഉണ്ട്, കുഴപ്പമില്ല. ഓപ്ഷൻ 2 ഉണ്ട്, 4 ഉണ്ടല്ലേ. പിന്നെ ആരുണ്ട്? പിന്നെ തൊട്ട് താഴെ തന്നെ ആ സൈഡിൽ തന്നെ, അതായത് ബോട്ടമിൽ തന്നെ മറ്റൊരു ആരോ ഹെഡും ഉണ്ടല്ലേ. അങ്ങനെയെങ്കിൽ ഇങ്ങനെ വരണം. ഈ ബോട്ടമിൽ തന്നെ 2 ആരോ ഹെഡ്സ് വരണം. ഓപ്ഷൻ 4 ഇവിടെ ആരോ ഹെഡ് ഇല്ല. സോറി, ഓപ്ഷൻ 4 ഇവിടെ ആരോ ഹെഡ് ഇല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അതുകൊണ്ട് നമുക്ക് 4 ഒഴിവാക്കാം. ഉത്തരം എന്താണ്? ഓപ്ഷൻ 2 ആണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫാസ്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. ശരി, ഇതിനകത്ത് വാട്ടർ ഇമേജ് ഉണ്ടോ? നോക്കി, അതിനകത്ത് വാട്ടർ ഇമേജ് ഉണ്ടോ? ഇതിനകത്തും ആക്ച്വലി വാട്ടർ ഇമേജ് നോ വാട്ടർ ഇമേജ് കേട്ടോ. വാട്ടർ ഇമേജ് ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെറിയ കൺഫ്യൂഷൻ ഇന്ന് വാട്ടർ ഇമേജ് ഉണ്ടെന്ന് ആക്ച്വലി തോന്നും. നിങ്ങൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ചെറിയ തോന്നൽ വരും. ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോട്ടെ, ഈ ഓപ്ഷൻ അത് ഏറ്റവും ക്ലോസസ്റ്റ്. ഈ ഒരു ഫിഗറിൻ്റെ നമ്മൾ വാട്ടർ ഇമേജ് വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വരുന്നൊരു ഫിഗർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 തന്നെയാണ് ആക്ച്വലി കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫിഗർ ഒന്ന് വരയ്ക്കുവാണ്. ഓക്കെ, ഇങ്ങനെയല്ല, ഇങ്ങനെ വരുമല്ലോ. ഇവിടെ ആരോ അല്ല, ഇങ്ങനെയാണ് ആരോ ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫിഗർ കേട്ടോ. ഇപ്പം നമ്മൾ ഇയാളുടെ വാട്ടർ ഇമേജ് വരച്ചു കഴിഞ്ഞാൽ ഈ 2 ആരോ ഹെഡ്സ് ആണ് ഏറ്റവും ക്ലോസസ്റ്റ് അല്ലേ, ഏറ്റവും ക്ലോസസ്റ്റ്, അതായത് ബോട്ടമിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈ 2 ആരോ ഹെഡ്സ് എവിടെ ആയിരിക്കണം? ടോപ്പിൽ വരണം. ഇത് നോക്കുക, ഈ ഒരു ആരോ ഹെഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതായത് റൈറ്റ് ബോട്ടമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ട് പോകുന്നു? നേരെ ലെഫ്റ്റ് ടോപ്പിലേക്ക് പോകുന്നല്ലേ. നമുക്ക് എങ്ങോട്ട് പോകണം? ഉറപ്പായിട്ടും ലെഫ്റ്റ് ബോട്ടമിലേക്ക് പോകണം. ഓക്കെ, ലെഫ്റ്റ് ബോട്ടം കിട്ടി. പിന്നെ ഈ ഒരു ആരോ ഹെഡ് ഉണ്ടല്ലേ, അയാൾ ഇവിടെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. നേരെ ഇങ്ങനെ പോകല്ലേ, അതായത് റൈറ്റ് ടോപ്പിലേക്ക് പോകുന്നല്ലേ. അപ്പം ഉറപ്പായിട്ടും അവിടെ നിന്ന് നേരെ റൈറ്റ് ബോട്ടമിലേക്ക് പോകുന്നു, കണ്ടോ. പിന്നെ ഇവിടെ ആരോ ഉണ്ടല്ലേ, ഉറപ്പായിട്ട് ഇങ്ങനെ വരുമല്ലോ. ഓക്കെ, അപ്പം ഈ ഫിഗറിൻ്റെ വാട്ടർ ഇമേജ് കിട്ടി. പിന്നെ നോക്കുക, ഓക്കെ, ഇവിടെ ഒരു ഇൻറ്റു മാർക്കുണ്ട്. അപ്പോൾ അയാൾ ഉറപ്പായിട്ട് എവിടെ വരണം? നേരെ താഴെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കുക, ഓപ്ഷൻ 2 മാത്രമാണ് ഏകദേശം ഇതേപോലത്തെ ഷേപ്പ് ഉള്ളത് അല്ലേ. കണ്ടോ, ഇവിടെ കണ്ടോ ആൾക്കാർ മാറി കിടക്കുവാണ്. കണ്ടോ ഇവിടെ എല്ലാം മാറി കിടക്കുവാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 2 മാത്രമാണ് ഓൾമോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ വ്യത്യാസം പറഞ്ഞിട്ട് ഇവിടുത്തെ ഈ ഒരു ഇൻറ്റു മാർക്കാണ് അല്ലേ. ഇയാൾ താഴെ വരണം, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ ഇമേജ് ഇതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് അവർ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഫിഗേഴ്സ് നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. ശരി കുട്ടികൾ, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13, ഫൈൻഡ് ദ മിറർ ഇമേജ് അല്ലേ. ഫൈൻഡ് ദ മിറർ ഇമേജ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും മിറർ ഇമേജ് ആയത് കാരണം റൈറ്റ് സൈഡിൽ കൊണ്ട് മിറർ വെക്കുക. ഓക്കെ, അപ്പോൾ മിറർ വെക്കുമ്പോൾ ഓപ്ഷൻ വെച്ചിട്ട് മാക്സിമം കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഉറപ്പായിട്ട് നമുക്ക് ഓപ്ഷൻ 1 ഒഴിവാക്കാം, 2 ഒഴിവാക്കാം. കാര്യം എന്താണ്? ഈ 2 ആരോ ഹെഡ്സ് അല്ലേ. ആക്ച്വലി എവിടെയാണ് ഇരിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ഫിഗറിനകത്ത് നേരെ ലെഫ്റ്റ് ടോപ്പിലാണ് ആരോ ഹെഡ് ഇരിക്കുന്നത് അല്ലേ. ഉറപ്പായിട്ട് നമുക്ക് അവിടെ വരണം, നമുക്ക് റൈറ്റ് ടോപ്പിൽ വരണം. ആരോ ഹെഡ് റൈറ്റ് ടോപ്പിൽ വരണം. അതാണ് നമുക്ക് ഓപ്ഷൻ 1ഉം 2ഉം ഒഴിവാക്കാം. ഇനി 3ഉം 4ഉം ഉണ്ട്. അവിടെ ആകെ വ്യത്യാസം പറയേണ്ടത് ഈ രണ്ട് ആൾക്കാരാണ് ആകെ വ്യത്യാസം. ആ ഒരു ഷേപ്പിൽ മാത്രം ആകെ വ്യത്യാസം അല്ലേ. നന്നായിട്ട് നോക്കിയാൽ ഉറപ്പായിട്ട് ഉത്തരം കിട്ടും. ഓപ്ഷൻ 4 അല്ല നമ്മുടെ ഉത്തരം, ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ആ ഒരു പാർട്ട് മാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അയാൾ മാത്രം എടുത്ത് വരയ്ക്കുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് ഇയാളെ മാത്രം ജസ്റ്റ് വരച്ച് കാണിക്കാം. ഇപ്പോൾ ആക്ച്വൽ ഫിഗർ എങ്ങനെയാണ്? ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങനെയാണ് ആ ലൈൻ പോകുന്നത് അല്ലേ. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അയാളെ മാത്രം ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ ഉറപ്പായിട്ട് ഇയാളുടെ റൈറ്റ് സൈഡിൽ കൊണ്ട് മിറർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നോക്കിക്കോളൂ. അപ്പോൾ നോക്കുക, ഈ ഒരു പോയിന്റ് എവിടെയാണ് ആക്ച്വലി? ഇയാളുടെ ആക്ച്വലി റൈറ്റ് ടോപ്പിലാണല്ലേ. നമുക്ക് ഉറപ്പായിട്ട് ആ പോയിന്റ് എവിടെ വരണം? ഉറപ്പായിട്ട് ഇവിടെ ലെഫ്റ്റ് ടോപ്പിൽ വരണം അല്ലേ. പക്ഷേ ഇവിടെ വരണം, അല്ലെങ്കിൽ ഇവിടെ വരണം. ഇനി എന്ത് ചെയ്യുന്നു? ഈ പോയിന്റ് നേരെ എങ്ങോട്ട് പോകുന്നു?
ലെഫ്റ്റ് ബോട്ടമിലേക്ക് ലൈൻ പോകുന്നു അല്ലേ. നമുക്ക് ഉറപ്പായിട്ട് അങ്ങോട്ട് പോകണം. നേരെ റൈറ്റ് ബോട്ടമിലേക്ക് ആ ലൈൻ പോകണം. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി എന്ത് ഈ പോയിന്റിൽ നിന്ന് തന്നെ ലൈൻ എങ്ങോട്ട് പോകുന്നു? വീണ്ടും ലെഫ്റ്റ് ടോപ്പിലേക്ക് അല്ലേ. ഇപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് എങ്ങോട്ട് പോകും? റൈറ്റ് ടോപ്പിലേക്ക് പോകും. വീണ്ടും ഈ പോയിന്റിൽ നിന്ന് എങ്ങോട്ട് പോകണം? നേരെ അല്ലേ താഴേക്ക് അല്ലേ, ലെഫ്റ്റ് ബോട്ടമിലേക്ക്. അങ്ങനെ നമുക്ക് എങ്ങോട്ട് പോകും? റൈറ്റ് ബോട്ടമിലേക്ക് അല്ലേ. അപ്പോൾ ആ ഒരു ഷേപ്പ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം ഉണ്ട്, ഓപ്ഷൻ 3 തന്നെ കിട്ടും. സെറ്റല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഇതുകൊണ്ട് ജസ്റ്റ് കാണിക്കുക. ഇനി എന്ത് ഈ പോയിന്റിൽ നിന്ന് എങ്ങോട്ട് പോകും ലൈൻ? നേരെ വീണ്ടും റൈറ്റ് ബോട്ടമിലേക്ക്. നമുക്ക് ഉറപ്പായിട്ടും ലെഫ്റ്റ് ബോട്ടമിലേക്ക് വരും. വീണ്ടും ഇവിടുന്ന് എങ്ങോട്ട് പോകും? വീണ്ടും റൈറ്റ് ടോപ്പിലേക്ക് നമുക്ക് എന്താവും? അതുകൊണ്ട് ലെഫ്റ്റ് ടോപ്പിലേക്ക് പോകും. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നിങ്ങൾ ആവശ്യ ആൾക്കാരെ മാത്രം, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അയാളെ മാത്രം എക്സ്ട്രാ എടുന്ന് വരയ്ക്കുക, ചെയ്ത് നോക്കുക. ഓക്കെ, മാക്സിമം ഓപ്ഷൻ വെച്ചിന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സെറ്റാകുന്ന വരുന്നു. മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ വെൻ ദ മിറർ ഈസ് പ്ലേസ്ഡ് അറ്റ് AB ആസ് ഷോൺ. ഓക്കെ, AB മിറർ വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും ഉത്തരം അല്ലേ. അപ്പോൾ നോക്കുക, നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഉറപ്പായിട്ടും ഓപ്ഷൻസ് വെച്ച് മാത്രം കമ്പയർ ചെയ്യുക അല്ലേ. അപ്പോൾ അതിനകത്ത് ഓൾറെഡി 4 എലമെൻറ്റ്സ് അകത്തുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ 2. കാര്യം എന്താണ്? ഇവിടെ ഒരു മുകളിലല്ലേ ട്രയാങ്കിൾ ആണല്ലേ, ട്രയാങ്കിൾ ഉണ്ടല്ലോ. ട്രയാങ്കിളിൻ്റെ റൈറ്റ് സൈഡിൽ മിറർ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ട്രയാങ്കിൾ ഇങ്ങനെ വരും അല്ലേ. ഇങ്ങനെയാണ് ആക്ച്വലി വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്ഷൻ 2 വരത്തില്ല, നേരെ എന്തായാലും വരത്തില്ല. ഇനി നമുക്ക് ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുക. ഇവിടുത്തെ വ്യത്യാസം ഇനി ആരാണ്? ഉറപ്പായിട്ട് നമുക്ക് ഇനി ആരെ ഒഴിവാക്കാൻ പറ്റും? ഉറപ്പായിട്ട് നമുക്ക് ഇനി ഓപ്ഷൻ 3 ഒഴിവാക്കാം. കാര്യം എന്താണ്? ഇവിടെ പിയുടെ ഷേപ്പ് അതേപോലെ വരുമോ? ഒരു കാരണവശാലും വരില്ല. പിയുടെ മിറർ ഇമേജ് എങ്ങനെയാണ്? നേരെ തിരിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 3 ഒഴിവാക്കാം. ഇനി ഓപ്ഷൻ 1 ഉണ്ട് 4 ഉണ്ട്. അവിടുത്തെ വ്യത്യാസം എന്ന് പറയാനായിട്ട് ആരുണ്ട്? എന്താ വ്യത്യാസം ഉള്ളത്? കണ്ടോ, ഓപ്ഷൻ 4 ആക്ച്വലി നമുക്ക് ഒഴിവാക്കാം. കാര്യം എന്താണ്? ഈ ട്രയാങ്കിൾ വെച്ച് നമുക്ക് ഓപ്ഷൻ 4 ഒഴിവാക്കാൻ സാധിക്കും അല്ലേ. കണ്ടോ, ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ 1 ആണ്. അപ്പോൾ നന്നായിട്ട് നോക്കുക. മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? വളരെ എളുപ്പമാണ്, സെറ്റാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ അതിന് വാട്ടർ ഇമേജ് ഉണ്ടോ? ഉറപ്പായിട്ടും വാട്ടർ ഇമേജ് എന്തായാലും ഇല്ല, ഉറപ്പല്ലേ. ശരി, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദ്യം എന്താണ്? ഫൈൻഡ് ദ മിറർ ഇമേജ് അല്ലേ. ഫൈൻഡ് ദ മിറർ ഇമേജ് ആണ്. ഓക്കെ, എബിയുടെ സൈഡിൽ കൊണ്ട് അതായത് റൈറ്റ് സൈഡിൽ കൊണ്ട് മിറർ വെക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും മിറർ ഇമേജ് അല്ലേ. അപ്പോൾ അത് ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുക. ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇവിടെ ഓപ്ഷൻ B ഒഴിവാക്കാൻ സാധിക്കും അല്ലേ. C ഒഴിവാക്കാൻ സാധിക്കും. കാര്യം എന്താണ്? ഇവിടെ ഇവിടെ രണ്ടിടത്ത് മുകളിൽ D ആണ് വന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് ആര് വരണം? ആക്ച്വലി B ആണ് ആക്ച്വലി വരേണ്ടത് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ D ഒഴിവാക്കാം. കാര്യം ബിയുടെ മിറർ ഇമേജ് എങ്ങനെ വരണം? നേരെ തിരിഞ്ഞ് വരണം അല്ലേ. അത് ഓപ്ഷൻ, അപ്പം അത് കാരണം നമുക്ക് ഓപ്ഷൻ D ഒഴിവാക്കാൻ പറ്റും. ബാക്കി മിച്ചമുള്ള ഓപ്ഷൻ A ഉള്ളൂ. ഓപ്ഷൻ A തന്നെ, സംശയമില്ല, ഓപ്ഷൻ A തന്നെയാണ് നമ്മുടെ ഉത്തരം. കണ്ടോ, വളരെ എളുപ്പമാണ്. സെറ്റല്ലേ. ശരി, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് കാണണം. ഓക്കെ, അപ്പോൾ AB അതായത് റൈറ്റ് സൈഡ് കൊണ്ട് മിറർ വയ്ക്കുന്നു അല്ലേ. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുക. നമുക്ക് ഒറ്റയടിക്ക് ആരും ഒഴിവാക്കാൻ സാധിക്കും? ഓപ്ഷൻ 1 ഒഴിവാക്കാൻ സാധിക്കും അല്ലേ. കാര്യം എന്താണ്? ഈ ലൈൻ വന്ന് നിൽക്കുന്ന എവിടെയാണ്? ഇവിടെ. അതായത് ആക്ച്വലി നമുക്ക് എന്താണ് ലൈൻ ഉള്ളത്? ഈ ഒരു റൈറ്റ് ബോട്ടമിലും റൈറ്റ് ടോപ്പിലും ആക്ച്വലി മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ 2 ലൈൻസ് അല്ലേ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ടല്ലേ. കാരണം നമുക്ക് ഓപ്ഷൻ 1 ഒഴിവാക്കാൻ പറ്റും. ഇനി ബാക്കി ഓക്കെ, നന്നായിട്ട് നോക്കുക. നമുക്ക് ഇനി ആരെ ഒഴിവാക്കാൻ പറ്റും? ഇവിടെ നമുക്ക് ആരെ ഒഴിവാക്കാൻ സാധിക്കും? ഉറപ്പായിട്ട് നമുക്ക് ഓപ്ഷൻ 3 ഒഴിവാക്കാം. കാര്യം ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ടല്ലേ ഒഴിവാക്കാൻ സാധിക്കും. കാര്യം ഈ ഒരു ട്രയാങ്കിളിൻ്റെ മിറർ ഇമേജ് നേരെ തിരിഞ്ഞ് വരണം. ഓക്കെ, തിരിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് 3 ഒഴിവാക്കാൻ പറ്റും. ഇനി 2ഉം 4ഉം ഉണ്ടല്ലേ. ഇവിടുത്തെ വ്യത്യാസം ആരാണ്? ഉറപ്പായിട്ട് നടുക്കത്തെ ഈ ഒരാളല്ലേ. നമുക്ക് ഇതാണ് 2 ഒഴിവാക്കാൻ. കാര്യം ഈ ഒരാളുടെ മിറർ ഇമേജ് എങ്ങനെ നേരെ തിരിഞ്ഞ് വരണം അല്ലേ. തിരിഞ്ഞ് വരണം അല്ലേ. ഇങ്ങനെ വരാൻ പാടുള്ളൂ. അത് ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ 2 അപ്പോൾ നന്നായിട്ട് ഫാസ്റ്റായിട്ട് കമ്പയർ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. വളരെ എളുപ്പമാണ്, കുഴപ്പമൊന്നും, വളരെ സിമ്പിളാണ്. ഓക്കെ, കൊണ്ടുപോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഫൈൻഡ് ദ വാട്ടർ ഇമേജ് ഓഫ് ദ ഫോളോയിങ് ഫിഗർ അല്ലേ. നമുക്ക് എന്ത് വേണം? ഇവിടെ ചോദ്യം കുഞ്ഞുങ്ങളെ വാട്ടർ ഇമേജ് ആണ്, മിറർ ഇമേജ് അല്ല, വാട്ടർ ഇമേജ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗറിൻ്റെ വാട്ടർ ഇമേജ് കാണണം. ഓക്കെ, അപ്പോൾ ഇവിടെ MN എന്ന് പറയുന്ന പ്ലേസ് ആക്ച്വലി താഴെയാണ് ആക്ച്വലി മിറർ വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വാട്ടർ ഇമേജ് കാണണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഓപ്ഷൻ B ഒഴിവാക്കാൻ പറ്റും, C ഒഴിവാക്കാൻ പറ്റും, D ഒഴിവാക്കാം. കാര്യം എന്താണ്?
ഈ ഇവിടെ ഈ ഒരു ഫിഗറിൻ്റെ റൈറ്റ് ബോട്ടമിലായിട്ട് ഇങ്ങനെ ചെറിയൊരു സ്ക്വയർ ഉണ്ടല്ലേ, ആ സ്ക്വയറിനകത്ത് 2 ഡയഗണൽസും ഉണ്ടല്ലേ. ഉറപ്പായിട്ടും വാട്ടർ ഇമേജ് എടുക്കുമ്പോൾ നമുക്ക് ഇതേ ഷേപ്പ് എവിടെ വരണം, നേരെ റൈറ്റ് ടോപ്പിൽ വരണം അല്ലേ. അപ്പോൾ റൈറ്റ് ടോപ്പിൽ വരുന്ന ആ ഷേപ്പ് ആക്ച്വലി ഓപ്ഷൻ എയിൽ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും ഇല്ല. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. ക്ലിയർ അല്ലേ? നന്നായിട്ട് നോക്കിയെടുക്കുക കേട്ടോ, നോക്കിയെടുക്കുക. വളരെ സിമ്പിളാണ്. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ്റെ മിറർ ഇമേജ് ഉണ്ട് ഇവിടെ. ഈ ക്വസ്റ്റ്യൻ്റെ മിറർ ഇമേജ് ഇവിടെ ഉണ്ടോ? മിറർ ഇമേജ് ഉണ്ടോ? നോക്കിക്കേ, മിറർ ഇമേജ് വരുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ, ഉറപ്പായിട്ടും ഉണ്ട് അല്ലേ. ഈ ഓപ്ഷൻ എ തന്നെ, ഓപ്ഷൻ എയും ഓപ്ഷൻ എ ഉറപ്പായിട്ടും മിറർ ഇമേജും കൂടെയാണ് കേട്ടോ. ഈ ഓപ്ഷനെ മിറർ ഇമേജുമാണ് കുഞ്ഞുങ്ങളെ, അതുപോലെ വാട്ടർ ഇമേജും കേട്ടോ. മിറർ ഇമേജ് വാട്ടർ ഇമേജുമാണ് കേട്ടോ. ഓക്കെ, ഇയാളുടെ റൈറ്റ് സൈഡ് കൊണ്ട് മിറർ വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ മിറർ ഇമേജ് എങ്ങനെ വരും? ഓക്കെ, ആ വലിയ സ്ക്വയർ അതേപോലെ ഉണ്ടല്ലേ, അതേപോലെ ഉണ്ട്. പിന്നെ ഇങ്ങനെ 2 ലൈൻസ് പോയിട്ടുണ്ട്. ഇനി നോക്കുക, ഈ ഒരു ഷേപ്പ്, ഈ 2 ആംഗിൾ എവിടെയാണുള്ളത്? നേരെ ലെഫ്റ്റ് ടോപ്പിലാണല്ലേ. ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ വരണം, റൈറ്റ് ടോപ്പിൽ കിട്ടും കണ്ടോ, റൈറ്റ് ടോപ്പിൽ കിട്ടും. റൈറ്റ് ടോപ്പിൽ കിട്ടും. അതുപോലെ ഈ ഒരാൾ എവിടെയാണ്? റൈറ്റ് ബോട്ടമിലാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഈ എവിടെ കിട്ടണം? നമുക്ക് എവിടെ കിട്ടണം? ലെഫ്റ്റ് ബോട്ടമിൽ കിട്ടണം കേട്ടോ. ആക്ച്വലി ഈ ഫിഗർ തന്നെയാണ് ഓപ്ഷൻ എ, സംശയമൊന്നുമില്ല കണ്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മിറർ ഇമേജ് വാട്ടർ ഇമേജും ഓപ്ഷൻ എ തന്നെയാണ്. ജസ്റ്റ് വെറുതെ പറഞ്ഞു കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ശരി, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 18. ഫൈൻഡ് ദ വാട്ടർ ഇമേജ്. ഫൈൻഡ് ദ വാട്ടർ ഇമേജ് ഓഫ് ദ ഫോളോയിങ് ഫിഗർ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫിഗറിൻ്റെ AB മിറർ വെച്ചിരിക്കുകയാണ്. ആക്ച്വലി വാട്ടർ ഇമേജ് കാണണം. അപ്പോൾ എന്തായിരുന്നു? ഓക്കെ, നന്നായിട്ട് ചെക്ക് ചെയ്യുക. ഉറപ്പായിട്ട് നമുക്ക് ഓപ്ഷൻ എ ഒഴിവാക്കാൻ സാധിക്കും, അതുപോലെ സി ഒഴിവാക്കാൻ സാധിക്കും, ഡിയും ഒഴിവാക്കാൻ പറ്റും. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ആണ് നമ്മുടെ വാട്ടർ ഇമേജ് അല്ലേ. കാര്യം എന്താണ് ഇവിടെ? ഇതിന് ഏറ്റവും താഴെയാണ് ഈ ഒരു ഷേപ്പ് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് അയാൾ ഇവിടെ വരണം. ഓക്കെ, മിറർ ഇമേജ് ഇങ്ങനെ അല്ലേ, വാട്ടർ ഇമേജ് ഇങ്ങനെ വരണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ വാട്ടർ ഇമേജ് ഇങ്ങനെ ഉണ്ട്, ഇതേപോലെ തന്നെ വരും കണ്ടോ. കുഴപ്പമൊന്നുമില്ല, ഓപ്ഷൻ ബി ആണ്. നന്നായിട്ട് ചെക്ക് ചെയ്യുക, വളരെ എളുപ്പമാണ്. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഓപ്ഷനകത്ത് എവിടെയെങ്കിലും മിറർ ഇമേജ് ഉണ്ടോ? അതിന് ഓപ്ഷനകത്ത് മിറർ ഇമേജ് ഉണ്ടോ? താഴെ സൈഡിൽ മിറർ വെച്ച് കഴിഞ്ഞാൽ ആണ് നമ്മുടെ മിറർ ഇമേജ് കിട്ടുന്നത്. ഉറപ്പായിട്ടും ഇതിനകത്ത് ഓപ്ഷൻ എ ആക്ച്വലി ആരാണ്? മിറർ ഇമേജ് ആട്ടോ, മിറർ ഇമേജ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ നമ്മുടെ മിറർ ഇമേജ് ആണ്. ഓക്കെ, സെറ്റാണ് വരുന്നത്, വളരെ എളുപ്പമാണ്. മുന്നോട്ട് പോകാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ഫൈൻഡ് ദ വാട്ടർ ഇമേജ് ഓഫ് ദ ഫോളോയിങ് ഫിഗർ അല്ലേ. അപ്പോൾ ഈ ഫിഗറിൻ്റെ വാട്ടർ ഇമേജ് കാണണം. അപ്പോൾ നമുക്കറിയാം വാട്ടർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി ഒരു മിറർ ഇവിടെ ആക്ച്വലി വെച്ചിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്കറിയാം വാട്ടർ ഇമേജ് എന്ന് പറയുന്നതാണ് ആക്ച്വലി കുഞ്ഞുങ്ങളെ താഴെ മിറർ വെക്കുന്നതാണ് നമ്മുടെ വാട്ടർ ഇമേജ് അല്ലേ. സംശയമില്ല, താഴെ മിറർ വെക്കുന്നതാണ് നമ്മുടെ വാട്ടർ ഇമേജ്. ഓക്കെ, ശരി. ഇനി നമ്മൾ മാക്സിമം ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുക. ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റയടി ഓപ്ഷൻ ബിയും ഒഴിവാക്കാൻ പറ്റും, ഡിയും ഒഴിവാക്കാൻ പറ്റും. കാര്യം എന്താണ്? നടുക്കുള്ള ഈ ഷേപ്പില്ലേ, ഈ ഇയാളുടെ വാട്ടർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തലകുത്തനെ വരണം അല്ലേ, ഇങ്ങനെ വരണം അല്ലേ, ഏകദേശം ഇങ്ങനെ വരും അല്ലേ, കണ്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് ഓപ്ഷൻ ബി ഒഴിവാക്കാൻ പറ്റും, ഡിയും ഒഴിവാക്കാം. ഇനി ഓപ്ഷൻ എയും സിയും ഉണ്ട്. അവിടുത്തെ ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ 2 ആൾക്കാരാണല്ലേ, ഈ 2 ആൾക്കാരുടെ വ്യത്യാസം. ഓക്കെ, ഉറപ്പായിട്ടും നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻ എ ഒഴിവാക്കാൻ ഇങ്ങനല്ല ഇമേജ് വരേണ്ടത്, ഇതേപോലെ വരണം. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മൾ അത്ര അല്ലേ. അപ്പോൾ നമുക്ക് കാണാം, ജസ്റ്റ് ഈ ഒരാളുടെ മാത്രം നമുക്കൊരു വാട്ടർ ഇമേജ് മാത്രം വരച്ച് നോക്കാം. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം വരിക കേട്ടോ. ഓക്കെ, അപ്പം ഇയാളുടെ താഴെ മിറർ വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ റൈറ്റ് ബോട്ടമിലാണ് ഈ ഒരു ആരോ ഹെഡ് അല്ലേ. ഉറപ്പായിട്ട് നമ്മുടെ ഇമേജിൽ നേരെ റൈറ്റ് ടോപ്പിൽ വരണം കണ്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നേരെ ഇനി മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ നേരെ താഴേക്ക് ലൈൻ പോകും. ഇനി ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് ലൈൻ പോകുന്നു. ഉറപ്പായിട്ട് നമുക്ക് എവിടെയായിരിക്കും? ഉറപ്പായിട്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് തന്നെ ലൈൻ പോകണം. ഓക്കെ, കണ്ടോ. കാര്യം വാട്ടർ ഇമേജ് ആകുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് മാറ്റമില്ല, ആകെ മാറ്റം എന്നാണ് ടോപ്പും ബോട്ടം മാത്രമേ മാറ്റമുള്ളൂ അല്ലേ. ഇനി ഇവിടെ നേരെ ലൈൻ മുകളിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഇങ്ങോട്ട് നേരെ താഴേക്ക് പോകണം കേട്ടോ. എന്നിട്ട് ഇവിടെ ആരോ ഹെഡ് അല്ലേ. ഇതേപോലെ ഫിഗർ എവിടെയാണ്? ഓപ്ഷൻ സിയിലാണ്, ഓപ്ഷൻ എയിലല്ല. കണ്ടോ, വളരെ എളുപ്പമാണ്, സെറ്റാണ്. കണ്ടോ, ക്ലിയർ അല്ലേ. ഇനി തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് എവിടെയെങ്കിലും മിറർ ഇമേജ് ഉണ്ടോ? എവിടെയെങ്കിലും മിറർ ഇമേജ് ഉണ്ടോ? നോക്കിക്കേ, മിറർ ഇമേജ് ഉണ്ടോ? മിറർ ഇമേജ് വരുന്നുണ്ടോ? ഉറപ്പായിട്ടും ആരാണ്? ഓപ്ഷൻ ബി. കുഞ്ഞുങ്ങൾ ഓപ്ഷൻ ബി നമ്മുടെ മിറർ ഇമേജ് ആണ്.
സംശയമില്ല, ഓപ്ഷൻ ബി നമ്മുടെ മിറർ ഇമേജ് അല്ലേ? കുഴപ്പമില്ലല്ലോ, ഓപ്ഷൻ ബി നമ്മുടെ മിറർ ഇമേജ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഓപ്ഷൻ ബി നമ്മുടെ മിറർ ഇമേജ് ആണ്. ഇത് നമ്മുടെ മിറർ ഇമേജ് ആണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇത് മിറർ ഇമേജ് ആണ്. ഓക്കെ, ശരി കുട്ടികൾ, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. ഫൈൻഡ് ദ വാട്ടർ ഇമേജ് അല്ലേ? ഫൈൻഡ് ദ വാട്ടർ ഇമേജ് ആണ്. ഓക്കെ, അപ്പോൾ വാട്ടർ ഇമേജ് നമുക്കറിയാം എവിടെ കുഞ്ഞുങ്ങളെ താഴെ മിറർ വെക്കുന്നതാണ് നമ്മുടെ വാട്ടർ ഇമേജ് അല്ലേ? ശരി കുഞ്ഞുങ്ങളെ, അപ്പോൾ ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ആരും ഒഴിവാക്കാൻ പറ്റും? ഓപ്ഷൻ ഡി ഒഴിവാക്കാം. കാര്യം എന്താണ്? ഈ ഒരു പോയിന്റ് ആയിട്ടുള്ള എൻഡ് ഒരു കാരണവശാലും ലെഫ്റ്റ് ടോപ്പിൽ വരാൻ പാടില്ല. എവിടെയാണ് വരേണ്ടത്? ഇവിടെ ആക്ച്വലി ഫിഗറിനകത്ത് ഈ ഒരു എൻഡ് എവിടെയാണ്? റൈറ്റ് ടോപ്പിലാണ്. നമുക്ക് എവിടെ വരണം? നേരെ റൈറ്റ് ബോട്ടം. കുഞ്ഞുങ്ങൾ റൈറ്റ് ബോട്ടമിൽ വരണം, ലെഫ്റ്റ് ടോപ്പിലല്ല. കാരണം ഡി ഒഴിവാക്കാൻ പറ്റി. ഇനി ഓപ്ഷൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇനി നമുക്കിവിടെ ആരും ഒഴിവാക്കാൻ പറ്റും? ഉറപ്പായിട്ട് നമുക്ക് ആരും ഒഴിവാക്കാൻ പറ്റും? നമുക്ക് ഓപ്ഷൻ സി ഒഴിവാക്കാൻ പറ്റും. കാര്യം എന്താണ്? ഇപ്പം ഇവിടെയുള്ള ഈ ഒരു നീല ഒരു ഷേപ്പില്ലേ, അതായത് ഈ ഒരു ഷേപ്പ് അല്ലേ, അത് ഇയാളുടെ വാട്ടർ ബി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇതേപോലെ തന്നെ വരാൻ പാടില്ല. ഓപ്ഷൻ സിയിലുള്ള പോലെ വരാൻ പാടില്ല. കാരണം നേരെ തിരിഞ്ഞ് വരണം അല്ലേ? ഇവിടെ ഏറ്റവും താഴെയാണ് ഇതിന് ബേസ് ഹൊറിസോണ്ടലാണ്. അപ്പം നമുക്ക് ഉറപ്പായിട്ടും ആ ബേസ് നേരെ ടോപ്പിൽ വരണം. കണ്ടോ? ഓപ്ഷൻ സി പോലെ വരാൻ പാടില്ല. പിന്നെ ഓപ്ഷൻ എയും ബിയും ഉണ്ട് അല്ലേ? അവിടെ എന്താ വ്യത്യാസം? എന്താണ് ആ വ്യത്യാസമാണ്? ഇവിടുത്തെ ആ ഒരു മിന്നൽ പോലെ സിമ്പിളാണ് അല്ലേ? ഉറപ്പായിട്ടും നമുക്ക് ഓപ്ഷൻ എ ഒഴിവാക്കാം അല്ലേ? കാര്യം എന്താണ്? ഇതിൻ്റെ ആ ഒരു എൻഡ് ഇവിടെ നേരെ എവിടെ വന്നിരിക്കുന്നു? ലെഫ്റ്റ് ടോപ്പിൽ വന്നു അല്ലേ? അങ്ങനെ വരാൻ പാടുണ്ടോ? ഉറപ്പായിട്ടും റൈറ്റ് ടോപ്പിൽ വരാൻ പാടുള്ളൂ. കാര്യം നോക്കി, ഫിഗറിൽ ഈ ഒരു എൻഡ് എവിടെയാണ്? റൈറ്റ് ബോട്ടമിലാണ്. അങ്ങനെ നമുക്ക് ഇമേജിൽ വരണം, നേരെ എവിടെ വരണം? റൈറ്റ് ടോപ്പിൽ വരണം അല്ലേ? ലെഫ്റ്റ് ടോപ്പല്ല, റൈറ്റ് ടോപ്പിൽ വരണം. അത് കാരണം ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. കണ്ടോ? അപ്പോൾ നന്നായിട്ട് ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം വളരെ എളുപ്പമാണ്. അതേപോലെ നന്നായിട്ട് നോക്കി, നിങ്ങൾക്ക് 5 സെക്കൻഡ്സ് ധാരാളമാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ഓപ്ഷനകത്ത് എവിടെയെങ്കിലും മിറർ ഇമേജ് ഉണ്ടോ കുഞ്ഞുങ്ങൾ? മിറർ ഇമേജ് ഉണ്ടോ? നോക്കിക്കേ, മിറർ ഇമേജ് ഉണ്ടോ? ഓക്കെ, ഓപ്ഷൻ ഡി കുഞ്ഞുങ്ങൾ. ഓപ്ഷൻ ഡി ആണ്. ഡി നമ്മുടെ ആരാണ് കുഞ്ഞുങ്ങളെ? മിറർ ഇമേജ് കേട്ടോ, മിറർ ഇമേജ് ആണ്. ഓപ്ഷൻ ഡി ആണ് മിറർ ഇമേജ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. ശരി കൂടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ വാട്ടർ ഇമേജ് ഓഫ് ദ ഫോളോയിങ് ഫിഗർ അല്ലേ? ഫൈൻഡ് ദ വാട്ടർ ഇമേജ്. നമുക്ക് വാട്ടർ ഇമേജ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്താണ്? ഉറപ്പായിട്ടും താഴെ മിറർ വെക്കുന്നതാണ് നമ്മുടെ വാട്ടർ ഇമേജ് അല്ലേ? ഇനി ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ആരൊക്കെ ഒഴിവാക്കാൻ സാധിക്കും? ഓപ്ഷൻ എ ഒഴിവാക്കാൻ പറ്റും, ഓപ്ഷൻ ഡിയും ഒഴിവാക്കാം. കാര്യം എന്താണ്? ഇവിടെ നോക്കാം, ഫിഗറിനകത്ത് ഈ സ്റ്റാർ നേരെ താഴെ ബോട്ടമിലാണ്. ഉറപ്പായിട്ട് നമ്മുടെ ഇമേജിൽ സ്റ്റാർ വേണം കുഞ്ഞുങ്ങളെ ആദ്യം വരാൻ അല്ലേ? ടോപ്പിൽ വരാൻ സ്റ്റാറേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബിയിലും ഡിയിലുമാണ് ടോപ്പിലായിട്ടിരിക്കുന്നുണ്ടോ? ഓക്കെ, ഇനി എന്തുണ്ട്? നമ്മൾ എ ഡി ഒഴിവാക്കില്ല. ഇനി നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു ആരോ വെച്ച് നമുക്ക് ഉറപ്പായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ വാട്ടർ ഇമേജ് എങ്ങനെ വരണം? ഉറപ്പായിട്ട് താഴെയാണ്, ഇങ്ങനെ തന്നെ വരണം. ഈ സൈഡ്, ലെഫ്റ്റ് സൈഡിൽ തന്നെ, റൈറ്റ് സൈഡിൽ തന്നെ ആ ആരോ ഹെഡ് ഉണ്ട്. റൈറ്റ് സൈഡിൽ തന്നെ ആരോ ഹെഡ് വരണം. ഉറപ്പായിട്ടും ഓപ്ഷൻ ബി ഒഴിവാക്കാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. കേട്ടോ, വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ഫിഗറിനകത്ത് എവിടെയെങ്കിലും മിറർ ഇമേജ് ഉണ്ടോ? ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ ഓപ്ഷൻ എ നമ്മുടെ ആരാണ്? മിറർ ഇമേജ് കേട്ടോ, മിറർ ഇമേജ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, നന്നായിട്ട് നോക്കിയെടുക്കുക. കാര്യം വളരെ എളുപ്പമാണ്. ശരി കുട്ടികളെ, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മിറർ ഇമേജ് വാട്ടർ ഇമേജ് ആ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതിനുള്ള ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് വെച്ച് മാക്സിമം സ്പീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ശരി കുട്ടികളെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക് കാണാം. താങ്ക് യു.